സോ ഗുഡ് ഈവനിങ് ഓൾ. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോണിക് സർക്യൂട്ട്സ്, ലെക്ചറർ ഇൻ പോളിടെക്നിക്കിന് അകത്ത് ഉള്ള ഇലക്ട്രോണിക് സർക്യൂട്ട്സ് എന്ന് പറഞ്ഞ മൊഡ്യൂളാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് BJT, ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡയോഡ് ഓൾറെഡി നിങ്ങൾക്ക് എടുത്തിട്ടുണ്ട്. സോ ഇന്ന് നമുക്ക് BJT വെച്ചിട്ട് തുടങ്ങാം. അപ്പൊ ഇത് ആ ഒരു സിലബസ് ആണ്. നിങ്ങൾ ഇതിനകത്ത് ഇത് കണ്ടിട്ടുണ്ടാവും. ഞാൻ ഈ സിലബസ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാരണം, നമ്മൾ തുടക്കത്തിൽ ഇവർ പറയുന്നത് സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് വെച്ചിട്ടാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട കാര്യം, ഇപ്പൊ ഞാനിവിടെ എടുക്കുന്ന ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ആണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടി നിങ്ങൾ കൺഫ്യൂസ് ആകരുത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ ഈ സിലബസ് ഒന്നിട്ട് നിങ്ങളോട് പറയുന്നത്. ഈ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് അല്ലെങ്കിൽ നമ്മൾ ബിടെക്കിന് പഠിച്ചിട്ടുണ്ട് തേർഡ് സെമസ്റ്ററിൽ അല്ലെ, SSD എന്ന് പറയും, അല്ലെങ്കിൽ സെമി കണ്ടക്ടർ ഡിവൈസസ് എന്നൊക്കെ പറഞ്ഞ ആ പേരിലാണ് നിങ്ങൾ പഠിക്കുന്നത്. ചില യൂണിവേഴ്സിറ്റിയിൽ ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്, EDC എന്നൊക്കെ പറയാറുണ്ട്. അതാണ് ഈ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസ് പറയുന്നത്. അപ്പൊ ഈ ഒരു സിലബസിനകത്ത് അവര് SSDയും കൂടി ചേർത്തിട്ടാണ് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് എന്ന് പറഞ്ഞ സിലബസ് പറഞ്ഞിരിക്കുന്നത്. അപ്പം മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ SSDക്കകത്തുള്ള ഒരു പ്രോപ്പറായിട്ട് എന്താ പറയുന്ന ആ ഒരു ടോപ്പിക് ഇവർ മെൻഷൻ ചെയ്തിട്ടില്ല SSDയിലെ. പക്ഷേ ഈ നിങ്ങൾ S3 SSD പഠിച്ചപ്പോൾ നമ്മളല്ലേ P ടൈപ്പ്, N ടൈപ്പ്, PN ജംഗ്ഷൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് അതൊക്കെയാണ് പഠിച്ചത്. അതേ സെമിസ്റ്ററിലാണ് നമ്മൾ ഈ സർക്യൂട്ട്സും പഠിക്കുന്നത്. അപ്പം സർക്യൂട്ട്സിനകത്ത് നിങ്ങൾ ഈ P ഡയോഡ് എങ്ങനെയാ ഫോം ചെയ്തിരിക്കുന്നത്, N എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത്, P-യും N-ഉം എങ്ങനെയാണ് ഡോപ്പിംഗ് വരുന്നതും, എങ്ങനെയാണ് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് PN ജംഗ്ഷൻ ഉണ്ടാക്കുന്നതൊന്നും അല്ല നമ്മൾ സർക്യൂട്ട്സിൽ പഠിക്കുന്നത്. എൻറ്റയർലി സർക്യൂട്ട് ആണ്. റെസിസ്റ്റേഴ്സ് വെച്ച് ട്രാൻസിസ്റ്ററിനെയൊക്കെ ബയാസിങ് ചെയ്ത് അല്ലെങ്കിൽ ഡയോഡിനെ ഒക്കെ ബയാസിങ് ചെയ്യുമ്പോൾ അതിനകത്ത് സംഭവിക്കുന്നതാണ് നമ്മൾ സർക്യൂട്ട്സിനകത്ത് പഠിക്കുന്നത് ഇലക്ട്രോണിക്. അപ്പം ഞാനിവിടെ എടുക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് SSD വെച്ചിട്ടല്ല. അത് നിങ്ങൾ മനസ്സിലാവണം. ബിക്കോസ് SSD സോളിഡ് സ്റ്റേറ്റ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഒരു സെപ്പറേറ്റ്ലി നമ്മൾ പഠിക്കേണ്ട സബ്ജക്റ്റ് ആണ്. ഇതിനകത്ത് ഈ ഒരു സിലബസ് തന്നെ ഒരുപാട് മിക്സ് ചെയ്തിട്ടാണ് ഈ സിലബസ് പറഞ്ഞിരിക്കുന്നത്. പ്രോപ്പറായിട്ട് അല്ല പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഈ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് എന്ന് പറഞ്ഞ മോഡ്യൂളിൽ നിന്ന് SSDയിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ അത് വെറും സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ല പോളിടെക്നിക്കിൽ ചോദിച്ചിട്ടുള്ളത്. സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് ഇൻ ഡെപ്ത് ക്വസ്റ്റ്യൻസ് തന്നെ SSDയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ സെപ്പറേറ്റ്ലി പഠിക്കേണ്ട ഒരു സബ്ജക്ട് തന്നെയാണ്. മേ ബി പുതിയ സിലബസ് വരുമ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം SSD കുറച്ചുകൂടി ഒരു ഗേറ്റ് ലെവൽ അല്ലെങ്കിൽ ഒന്ന് രണ്ട് സെപ്പറേറ്റ് ആയിട്ടായിരിക്കാം ചിലപ്പോൾ അവര് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ SSD വേറെ, ഇലക്ട്രോണിക് സർക്യൂട്ട്സ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പം ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ PN ജംഗ്ഷൻ, അതുകൊണ്ട് തന്നെ സെനർ ഡയോഡ്, ഇതിന്റെയൊക്കെ ഒരു സർക്യൂട്ട് അല്ല, ഒരു എന്താണ് പറയാ, അതിന്റെ ഫോർമേഷൻ എങ്ങനെയാണ്, അതിന്റെ ക്യാരകൾ, ഈ ഇൻപുട്ട് ക്യാര, ഔട്ട്പുട്ട് ക്യാര, അതൊക്കെയാണ് നമ്മൾ ഈ SSDയിൽ പഠിക്കുന്നത്. ഓക്കെ, എന്നിട്ട് താഴേക്ക് വരുമ്പോ ഈ SSDയിലത്തെ റെക്ടിഫയേഴ്സ് കണ്ടോ, ഫിൽറ്റേഴ്സ്, ഇതൊക്കെ ശരിക്കും സർക്യൂട്ട്സിനകത്താണ് വരുന്നത്. അതുപോലെ തന്നെ ഈ കോൺഫിഗറേഷൻ, ട്രാൻസിസ്റ്ററിന്റെ കോൺഫിഗറേഷൻ വെച്ചിട്ടുള്ള സർക്യൂട്ട്സ്, അതിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ക്യാര ശരിക്കും നമ്മൾ ഇതിനകത്തല്ല പഠിക്കുന്നത്. ശരിക്കും അത് പഠിക്കുന്നത് സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസിലാണ്. അപ്പൊ ഈ ഒരു സിലബസ് നോക്കിയിട്ട് നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിക്കാനിരിക്കണ്ട. ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നത് അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെയാണ് പഠിപ്പിച്ചു പോകുന്നത്. ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ആണ് നമ്മൾ തുടങ്ങുന്നത്, സെമി കണ്ടക്ടർ ഡിവൈസസ് അല്ലെങ്കിൽ SSD അല്ല. ഓക്കെ, അപ്പൊ നോർമലി നമ്മൾ ബേസിക് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ ഓക്കെ മാമിന്റെ ഫസ്റ്റ് ക്ലാസ് ആണോ ഇത്? ഞാൻ ജോയിൻ ചെയ്തേ ഉള്ളായിരുന്നു. എന്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. ഇതിനു മുമ്പ് നിങ്ങൾക്ക് ഡയോഡ് എന്ന് പറഞ്ഞ ഒരു സെഷൻ എടുത്തിട്ടുണ്ട്. അത് ഞാനല്ല, വേറെ ഒരു ഫാക്കൽറ്റി എടുത്തിട്ടുണ്ടെന്നാണ് എന്നെ അറിയിച്ചത്. സോ ഞാനിവിടെ BJT വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഓക്കെ, ഇത് BJT വെച്ച് തുടങ്ങുന്നത്. ഓക്കെ, അന്ന് ഡയോഡ് എടുത്തിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു സെനൽ ഡയോഡും അതുമാതിരി ടണൽ ഡയോഡൊന്നും ഇൻ ഡെപ്ത് പോയിട്ടില്ല. ഓക്കെ. അപ്പോ അങ്ങനെയാണെങ്കിൽ ഡയോഡ് ഞാൻ പിന്നീട് എടുത്തുതരാം. ഒരു കാര്യം, BJT ഡയോഡ് അറിയാമെങ്കിലേ BJT പഠിക്കാവൂ എന്നുള്ള ഒരു കൺസെപ്റ്റ് വേണ്ട. ഞാൻ ഇവിടെ എടുത്തു തുടങ്ങുന്നത് വളരെ ബേസിക്കിൽ നിന്നാണ്. ഡയോഡിന്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്കിപ്പോ BJT പഠിക്കാം. ഡയോഡ് അറിഞ്ഞാലേ BJT പഠിക്കാവൂ, ആ ഒരു രീതിയിൽ വേണ്ട. ഡയോഡ് ഞാൻ എടുത്തുതരാം. ബിക്കോസ് BJT കാട്ടി ശരിക്കും കൂടുതൽ ചിലപ്പം മാർക്ക് വെയിറ്റേജ് ഡയോഡിന് തന്നെ ആയിരിക്കാം. ബിക്കോസ് ബേസ് അതാണ്. ഓക്കെ, സ്റ്റിൽ BJT വെച്ചാണ് നമ്മുടെ സ്റ്റാർട്ട് ചെയ്തത്. അതൊരു കുഴപ്പമില്ല. ബിക്കോസ് ഡയോഡ് നമ്മൾ പഠിച്ചില്ലെങ്കിലും BJT വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ ഫെർമി ലെവലിന്റെ കോൺസെപ്റ്റും കൂടി ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാമോ? ഏതാ ഫെർമി ലെവൽ? അതെ, അതെല്ലാം എവിടെയാ വരുന്നത്? സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസിലാണ് വരുന്നത് കേട്ടോ. ഫെർമി ലെവലിന്റെ മൂവ്മെന്റ്, അതിന്റെ എനർജി ലെവൽ എങ്ങനെയാണ് മാറുന്നത്, ടെമ്പറേച്ചർ അനുസരിച്ച് അത് എങ്ങനെ മാറും, അതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ്, നല്ല ക്വസ്റ്റ്യൻസ് SSDയിൽ നിന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനും കുറെ പഠിക്കാനുണ്ട്. അതെല്ലാം സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസിലാണ് പഠിക്കുന്നത്. അത് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഇന്ന് എടുക്കുന്ന. ഇപ്പൊ ഡൗട്ട് ചോദിച്ചത് സ്റ്റുഡന്റ് ആണോ?
ആണ് ആണ് ആണ്. ഓക്കെ. അപ്പം ബിടെക് അല്ലേ, നമ്മൾ S3 നിങ്ങൾ SSDയുടെ ഒപ്പം തന്നെ സർക്യൂട്ട്സും പഠിച്ചിട്ടില്ലേ? അയ്യോ, ഞാൻ ഇപ്പൊ സ്റ്റുഡന്റ് അല്ല, ഞാന് ഓക്കെ ഓക്കെ. അല്ല, ഞാൻ ചോദിച്ചത് നമ്മൾ ഈ ഫെർമി ലെവലൊക്കെ പഠിക്കുന്നത് SSDയിലാണ്. നമ്മള് അല്ലേ, ഓർക്കുന്നില്ലേ നമ്മൾ പഠിച്ചത് സോളിഡ് സ്റ്റേറ്റ്? അതെ അതെ. അപ്പൊ അത് ദയവ് ചെയ്ത് നമ്മൾ ഈ സർക്യൂട്ടായിട്ട് നമ്മളത് മിക്സപ്പ് ചെയ്യരുത്. ഈ ഒരു സിലബസ് പ്രകാരം നിങ്ങൾ പഠിക്കാൻ പോയാൽ അതൊരു അവിയൽ വരിക, അതുകൂട്ടായിരിക്കും ലാസ്റ്റ് വരിക. ബിക്കോസ് ഒരു പുസ്തകം എടുത്ത് ഭാർഗവയുടെ ഒക്കെ ടെക്സ്റ്റ് എടുത്ത് നമ്മൾ പഠിക്കുമ്പോൾ തുടക്കത്തിൽ അവർ SSD പറഞ്ഞിട്ട് ഇടയ്ക്ക് സർക്യൂട്ടിലേക്ക് പോകും, പിന്നെയും ബാക്ക് ടു SSD. ആ ഒരു ഇതിൽ പോകണ്ട. നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ആണ്. നിങ്ങൾക്ക് റെഫർ ചെയ്യേണ്ട ടെക്സ്റ്റ് റെഫർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, ഫുൾ നമ്മൾ ഇവിടെ പറയും. എന്നാലും നിങ്ങൾക്ക് ടെക്സ്റ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് സേദ്ര ആൻഡ് സ്മിത്തിന്റെ ടെക്സ്റ്റ് ഉണ്ട്, സോഫ്റ്റ് കോപ്പി അവൈലബിൾ ആണ്. ഇല്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ തരാം. അതേ കൂട്ട് തന്നെ നീമാന്റെ ടെക്സ്റ്റ് ഉണ്ട്, പിന്നെ മിൽമാന്റെ ഒക്കെ ടെക്സ്റ്റ് ഉണ്ട്. അപ്പം നമ്മൾ പഠിക്കുന്നത് പോളിടെക്നിക് ആണെന്ന് ഓർക്കണം. ഒരു ഗേറ്റ് പോലെ തന്നെ പഠിച്ചാൽ മാത്രം നമുക്ക് കിട്ടുന്നതാണ് ലെക്ചർ ഇൻ പോളിടെക്നിക് എന്ന് പറഞ്ഞ ആ ഒരു പോസ്റ്റ്. അപ്പം സ്റ്റാൻഡേർഡ് ടെക്സ്റ്റുകൾ ഇതൊക്കെയാണ്, സർക്യൂട്ട്സിനാണ്, SSDക്ക് അല്ല. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് സർക്യൂട്ട്സ് ആണ്. ഓക്കെ, ആ ഒരു ഇത് വേണം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു തുടങ്ങിയത്. ഫെർമി ലെവലും കാര്യങ്ങളും ഒന്നും ഇവിടെ അല്ല എടുക്കുന്നത്, SSDയിലാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ട്രാൻസിസ്റ്ററിലേക്ക് തന്നെ തുടങ്ങാം. വീണ്ടും പറയുന്നു, ഡയോഡ് അറിഞ്ഞാലേ ഞാൻ ഈ പഠിപ്പിക്കുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലാവുമെന്നോ അങ്ങനെ ഒരു ഇതില്ല. ഞാനിവിടെ എടുക്കുന്നത് ഫ്രം ദ ബേസ് ആണ്. അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ നമുക്ക് SSD അറിയാമെങ്കിൽ കുറച്ച് എളുപ്പമായെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷെ അതിൽ കാര്യമില്ല. ഇവിടെ ഫ്രം ദ ബേസ് ആണ് എടുക്കുന്നത്. തുടക്കത്തിൽ ഒരു 1-2 ഇക്വേഷൻസ് ഒക്കെ ചിലപ്പോൾ നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കേണ്ടി വരും, അത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു 1-2 ക്ലാസ് കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് നിങ്ങൾ ആ ഫ്ലോയിലേക്ക് എത്തും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം ട്രാൻസിസ്റ്റർ നമ്മൾ ആദ്യം തന്നെ നമുക്ക് അതിന്റെ സിംബൽസിനെ ഫെമിലറൈസ് ചെയ്ത് പോകാം. അപ്പം നിങ്ങൾക്കറിയാം BJT എന്ന് പറയുമ്പോൾ തന്നെ രണ്ടായിട്ടാണ് അല്ലേ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. BJT എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ് ആണ്, ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ്. ഓക്കെ, ശരിക്കും ഈ BJT എന്തുകൊണ്ട് BJT എന്ന് വിളിക്കുന്നു? എന്തുകൊണ്ട് ഇത് യൂണിപോളാർ ആണോ, ബൈപോളാർ ആണോ, ഇതിനകത്ത് കാരിയേഴ്സ് ഏതാണ്? ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് വീണ്ടും സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസിലാണ് കേട്ടോ, SSDയിലാണ് അതിനെപ്പറ്റിയുള്ള ഇൻഡെപ്ത് സ്റ്റഡി, കാരിയേഴ്സിനെ പറ്റിയുള്ള ഇൻഡെപ്ത് സ്റ്റഡി നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇവിടെ ഞാൻ പറയുന്നില്ല, SSDയിൽ നമ്മളത് ഇൻഡെപ്തിൽ പഠിക്കും. ഓക്കെ, ഇപ്പം BJT ശരിക്കും രണ്ടായിട്ടാണ് നമ്മളിവിടെ, നമുക്കെല്ലാം അറിയാം അല്ലെ, NPN ടൈപ്പ് ട്രാൻസിസ്റ്റർ ഉണ്ട്, ആൻഡ് ഓൾസോ PNP ട്രാൻസിസ്റ്ററും ഉണ്ട്. ഓക്കെ, അപ്പൊ ശരിക്കും ഈ ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് 2 ഡയോഡിനെ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ട്രാൻസിസ്റ്റർ ഉണ്ടാവുന്നത്. ഡയോഡിന്റെ സിമ്പിൾ എല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പറഞ്ഞു ഡയോഡിന്റെ ഒരുപാട് കാര്യങ്ങളൊന്നും അറിയണ്ട, പക്ഷെ നമുക്ക് ആ ഒരു സിമ്പിൾ ഒക്കെ അറിയണം. ഇതാണ് ഡയോഡിന്റെ സിമ്പിൾ. ഓക്കെ, ഈ സൈഡ് എന്ന് പറയുന്നത് P സൈഡ്, ആൻഡ് ഈ ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത് N സൈഡ് എന്ന് പറയും. Pയും Nഉം, PN ഡയോഡ്, PN ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയും. അപ്പൊ ഇങ്ങനെ 2 ഡയോഡുകൾ കണ്ടോ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിന് ട്രാൻസിസ്റ്റർ, അങ്ങനെയാണ് ഈ ട്രാൻസിസ്റ്റർ ശരിക്കും ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പം NPN ട്രാൻസിസ്റ്റർ ഉണ്ട്, PNP ട്രാൻസിസ്റ്റർ ഉണ്ട്. നിങ്ങൾ നോക്കിക്കേ, ആദ്യം ഇവിടെ കാണിക്കുന്നത് NPN ആണ്. NPN എന്ന് പറയുമ്പോൾ കണ്ടോ N ദെൻ P. അപ്പൊ ഇതാണ് ഡയോഡിന്റെ N ദെൻ P, ദെൻ Pയും Nഉം. അപ്പം സോ അഗൈൻ P വരും, പിന്നെ N വരും. അപ്പൊ ഇതിനെ ഇങ്ങനെ ഒരുമിച്ച് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും NPN കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ഫോം ചെയ്യുന്നത്. ഇനി ഇതൊക്കെ ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് വേണ്ടിയത് ഈ സിമ്പിൾ ആണ്. ഓക്കെ, മറക്കരുത്, ഇത് ഒരിക്കലും ഈ സിമ്പിൾ അങ്ങോട്ടേക്ക് മാറിപ്പോവുകയും ചെയ്യരുത്. NPN ട്രാൻസിസ്റ്ററിന്റെ സിമ്പിൾ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ 3 ടെർമിനലാണ് ട്രാൻസിസ്റ്ററിന്. എത്ര ടെർമിനലാണ്? 3 ടെർമിനലാണ് ഉള്ളത്. കണ്ടോ, ഒരു ടെർമിനൽ ഇത്, രണ്ടാമത്തെ ടെർമിനൽ ഇത്, തേർഡ് വൺ ഇത്. ഓക്കെ, ആ മൂന്നാമത്തെ ടെർമിനലിൽ ഇവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട്. ആ ആരോ മാർക്ക് എവിടേക്കാണ് പോയിന്റ് ചെയ്യുന്നത്? ആരോ മാർക്ക് പുറത്തേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, 3 ടെർമിനൽ ഉണ്ട്. ഈ 3 ടെർമിനലിന്റെ പേര് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലെ? ഈ ടെർമിനലിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഇന്ററാക്ട് ചെയ്തോളൂ കേട്ടോ നിങ്ങൾ, ബിക്കോസ് ഓൺലൈൻ സെഷൻ ആണ്. സ്റ്റുഡൻസ് ഇല്ലേ, ഇന്ററാക്ട് ചെയ്തോളൂ. എന്താ നമ്മൾ ഈ ടെർമിനലിനെ വിളിക്കുന്നത്? ഡൗട്ട് ചോദിച്ചാ ആരേലും? Okay, base, this is collector and this is emitter. Okay, emitter. Okay, ഇനി ആരോ ഹെഡ് ഉള്ളത് ഏതിലാണ്? എമിറ്റർ ടെർമിനലിലായിരിക്കും നമ്മൾ ആരോ ഇടുന്നത്. ആരോ ഹെഡ് ഇങ്ങനെ പുറത്തേക്കാണ് പോയിന്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് ഏതിന്റെ സിമ്പിൾ ആണ്? NPN ആണ്. PNPയിലേക്ക് വരുമ്പോഴും 3 ടെർമിനൽ ഉണ്ട്, അതിനൊന്നും ഒരു വ്യത്യാസമില്ല. ഇതിനെ ബേസ് ടെർമിനൽ എന്ന് പറയും, ഇത് കളക്ടർ ടെർമിനൽ. ആരോ ഉള്ള ടെർമിനൽ ഏതാണ്? എമിറ്റർ.
ഓക്കെ. പക്ഷെ ഒരേ ഒരു വ്യത്യാസം എന്താണ്, ഇവിടുത്തെ ആരോ മാർക്ക് എന്ന് പറഞ്ഞാൽ ഇൻവേർഡ് ഉണ്ടോ, അകത്തേക്കാണ് ഈ ആരോ മാർക്ക് ഇരിക്കുന്നത്. അപ്പൊ ഇതാണ് PNP യുടെ സിമ്പിൾ. ഓക്കെ. അപ്പൊ ഈ ഒരു 2 സിമ്പിളാണ് നിങ്ങൾ ഈ സ്ലൈഡിൽ ആകെ ഓർത്ത് വെക്കേണ്ടത്. ഇതിന്റെ ബ്ലോക്കും കാര്യങ്ങളും ഒന്നും വേണ്ട. സിമ്പിൾ പരീക്ഷയ്ക്ക് ചോദിക്കില്ല, പക്ഷെ ഇനി നമ്മൾ ചെയ്യുന്ന പ്രോബ്ലത്തിലൊക്കെ ഒരു ട്രാൻസിസ്റ്റർ തരുമ്പം PNP ഏതാ NPN ഏതാണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ. അല്ലാതെ ഈ ഡയോഡിന്റെ ഒരു ബാക്ക് ടു ബാക്ക് കണക്ഷൻ ഒന്നും അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. ഇത് നിങ്ങൾക്ക് ആ ഒരു ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 2 ഡയോഡ് ഇങ്ങനെ കണക്ട് ബാക്ക് ശരിക്കും എങ്ങനെയാണ് അത് ഫോം ചെയ്യുന്നതെന്നാണ് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത്. കണ്ടോ, ഇവിടെ ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. NPN ബേസ് ഉണ്ട്, കളക്ടർ ഉണ്ട്, എമിറ്റർ ഉണ്ട്. PNPക്കും ബേസ് ടെർമിനൽ ഉണ്ട്, കളക്ടർ ടെർമിനൽ ഉണ്ട്, എമിറ്റർ ടെർമിനലും ഉണ്ട്. എന്താ വ്യത്യാസം? ആരോ ഹെഡ് മാത്രം നിങ്ങൾ നോക്കുക. ഓക്കെ. സോ ഇത് ആ ഒരു ഡയോഡിന്റെ ഫോമിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുവാണ് ഇത് രണ്ടും. ഓക്കെ. ഇത് നിങ്ങൾക്ക് ഒന്ന് നോക്കി വിടുക, അത്ര മാത്രമേ ഉള്ളൂ. നോട്ട്ബുക്കിലൊന്നും ഇത് എഴുതി വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ 2 സിമ്പിൾ PNP ആണ്, ഒരെണ്ണം NPN ആണെന്നൊന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ. അപ്പൊ ഇതും ശരിക്കും ഇപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ തന്നെ വേറൊരു രീതിയിൽ അതിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ അല്ലെ, സെയിം അല്ലേ. കണ്ടോ, ഇതൊരു ഡയോഡ്, ഇത് P, ഇത് N ഭാഗം. കണ്ടോ, ഇത് P, ദെൻ ഈ ലൈൻ എന്ന് പറയുന്നത് ഈ N. കണ്ട, എന്നിട്ട് നമ്മൾ എന്താ ഇതിനെ ഇങ്ങനെ ഒരുമിച്ച് വരച്ചിരിക്കുക. ഈ ടെർമിനൽ ബേസ്, മുകളിൽ ഈ ടെർമിനൽ കളക്ടർ, ഇത് എമിറ്റർ. സിമിലർലി PNP NPN 2. അപ്പൊ ഇതിനെ ഒരുമിച്ച് വരയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് ചേർത്ത് വരയ്ക്കുമ്പോൾ ഈ Pയും കൂടി ഒരുമിച്ച് കൊണ്ടുവന്നു. അപ്പൊ അത് ഒരു P ആയി. കണ്ട, പിന്നെ ഈ N, then EN. കണ്ട, സോ NPN ട്രാൻസിസ്റ്റർ. ഇങ്ങനെയാണ് ആ ഒരെണ്ണം ഫോം ചെയ്യുന്നതിന്റെ ഒരു ഫിഗർ കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ. ഇനി ഇവിടെ ഞാൻ പറയുന്നത് നമ്മൾ SSD അല്ല പഠിക്കുന്നത്, സർക്യൂട്ട്സിലേക്ക് വരുവാണ്. നമ്മൾ ഡയറക്റ്റ് സർക്യൂട്ട്സിലേക്ക് എൻ്റർ ചെയ്യുവാണ്. അപ്പം കുറച്ച് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകാം, 3 ടെർമിനൽ കറണ്ടുകൾ ഉണ്ട് അല്ലെ. 3 ടെർമിനൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ബേസ് ഉണ്ട്, കളക്ടർ ഉണ്ട്, എമിറ്ററും ഉണ്ട്. അപ്പൊ ഈ ബേസിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് ബേസ് കറണ്ട് എന്ന് പറയും. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് IB, I സഫിക്സ് B. ഇവിടെ സ്മോൾ ലെറ്റർ എഴുതാൻ ശീലിക്കുക കേട്ടോ. സ്മോൾ ലെറ്റർ എഴുതാം. ക്യാപിറ്റൽ എഴുതുമ്പോഴത്തേക്ക് അതിന് വേറൊരു മീനിങ്ങിലേക്കൊക്കെ പോകും. നമ്മൾ ലേറ്റർ ഓൺ സർക്യൂട്ട്സിൽ പഠിക്കുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും. ദെൻ കളക്ടർ ടെർമിനലിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ IC എന്ന് റെപ്രസെന്റ് ചെയ്യും. എമിറ്ററിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ നമ്മൾ IE എന്ന് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ. ഈ കറണ്ട് ഫ്ലോ എങ്ങനെയാണെന്നുള്ളതൊക്കെ വീണ്ടും SSDയിലാണ്. ഓക്കെ. ഞാൻ ഇപ്പോൾ ചെറിയൊരു സ്ലൈഡ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്, ഓർക്കുന്നുണ്ടാവും നിങ്ങൾ. ഒരു NPN ട്രാൻസിസ്റ്ററിന് ഇങ്ങനെ കുറെ ഇലക്ട്രോൺസും ഹോൾസും ഒക്കെ വെച്ചിട്ടുള്ള പടം നമ്മൾ SSDയിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഫോർവേഡ് ബയസ് ചെയ്യുമ്പോൾ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നതായിട്ടൊക്കെ അതെല്ലാം SSDയിലാണ് വരുന്നത്. ഇവിടെ നമുക്ക് ആ സർക്യൂട്ട്സിന് വേണ്ടിയ കാര്യങ്ങൾ വെച്ചാണ് ഞാൻ തുടങ്ങുന്നത്. ഓക്കെ. അപ്പൊ ബേസ് കറണ്ട് ഉണ്ട്, കണ്ട, കളക്ടർ കറണ്ട് ഉണ്ട്, എമിറ്റർ കറണ്ടും ഉണ്ട്. സോറി, I ആണ്, സ്മോൾ ലെറ്റർ ഉപയോഗിച്ചോളൂ. പക്ഷെ ചിലയിടങ്ങളിൽ ഈ എമിറ്ററിന് നോർമലി I ക്യാപിറ്റൽ E വെച്ചും ഡിനോട്ട് ചെയ്യാറുണ്ട്. പക്ഷെ ബേസിന് കഴിയുന്നതും ആ ഒരു സ്മോൾ ലെറ്റർ വെച്ച് ഡിനോട്ട് ചെയ്യാം. പക്ഷെ ഇവിടെ നിങ്ങൾ കുഴപ്പമില്ല. ഈവൻ IB വെച്ചിട്ട് ഇപ്പം നിങ്ങൾ തൽക്കാലം ഒരു IB വെച്ച് നിങ്ങൾ റെപ്രസെന്റ് ചെയ്താലും അത് കുഴപ്പമില്ല. ബിക്കോസ് നമ്മളിവിടെ എക്സാമിനേഷന് ഫൈനൽ ആൻസർ മാത്രം മതി. ഇപ്പൊ ഞാൻ ചിലയിടങ്ങളിൽ അത് റെപ്രസെന്റ് ചെയ്യും, അത് IBയും ഇങ്ങനെയും റെപ്രസെന്റ് ചെയ്യും. അത് കുഴപ്പമില്ല. ഇപ്പോ ലേറ്റർ ഓൺ വരുമ്പോഴത്തേക്കും ആ ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അപ്പൊ ഇവിടെ ബേസ് കറണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഡയറക്ഷൻ ഓഫ് കറണ്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. എപ്പോഴും ഈ ഡയറക്ഷൻ ഇങ്ങനെ പഠിക്കുക. ഈ ഡയറക്ഷൻ എങ്ങനെയാ വരുന്നതെന്ന് പറഞ്ഞാൽ വീണ്ടും SSDയിലെ ഇലക്ട്രോൺസിന്റെയും ഹോൾസിന്റെയും ഫ്ലോയുടെ ഡയറക്ഷൻ വെച്ചിട്ടാണ് കേട്ടോ ഈ കറണ്ടിന്റെ ഫ്ലോ എല്ലാം വരുന്നത്. അതെല്ലാം നമ്മൾ SSDയിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ അതിന്റെ ആവശ്യമില്ല. ഇലക്ട്രോൺസ് ഫ്ലോ, ഈ ഒരു കറണ്ടിന്റെ ഡയറക്ഷൻ ഓർത്ത് വെക്കാൻ ഒരു പാടില്ല. നിങ്ങൾ ഓർത്ത് വെക്കണം. ബേസ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് കണ്ടോ ബേസിലേക്കായിരിക്കും. കണ്ടോ, IB എങ്ങോട്ടേക്കാ ഫ്ലോ ചെയ്യുന്നത്? ബേസിലേക്ക്. ദെൻ കളക്ടർ കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങനെ വരയ്ക്കുക, കളക്ടർ ടെർമിനലിലേക്കാണ് വരുന്നത്. ബിക്കോസ് സപ്ലൈ കൊടുക്കുന്നത് നമ്മൾ ഇവിടെയായിട്ടായിരിക്കും സപ്ലൈ കൊടുക്കുന്നത്. സപ്ലൈയിൽ നിന്ന് കളക്ടർ ടെർമിനലിലേക്കാണ് IC ഫ്ലോ ചെയ്യുന്നത്. ആൻഡ് IE ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ ഇതാണ്. കണ്ടോ, ഇവിടുന്ന് താഴോട്ടാണ്. നിങ്ങൾ KCL പഠിച്ചിട്ടുണ്ടാവുമല്ലോ. KCL എന്താ? KCL ഫുൾ ഫോം ഓർമ്മയുണ്ടോ? നമ്മൾ നെറ്റ്വർക്ക് തിയറിയിലൊക്കെ പഠിച്ചിട്ടുണ്ട് KCL. കിർച്ചോഫ് കറന്റ് ലോ. കിർച്ചോഫ് കറന്റ് ലോ. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഒരു നോഡിലേക്ക്, ഇതൊരു നോഡായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യും. ഞാനിവിടെ പറയൊരു നോഡായിട്ട് ശരിക്കും നോഡൊന്നും അല്ല, ഞാൻ ആ ഒരു കൺസെപ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ്. IB ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യുന്നു അല്ലേ. ഈ നോഡിലേക്ക് ICയും ഫ്ലോ ചെയ്യുന്നു. ഈ നോഡിന്റെ പുറത്തേക്ക് IE. ഇതേ കണക്ഷൻ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുക. കണ്ടോ, IB ഉള്ളിലേക്ക് പോകുന്നു, ICയും ഈ നോഡിലേക്ക് വരുന്നു, IE നോഡിന്റെ പുറത്തേക്ക് പോകുന്നു. അപ്പൊ ഈ ഒരു ഡയറക്ഷൻ. അപ്പൊ ഇതിൽ നിന്ന് കിർച്ചോഫ് കറന്റ് ലോയുടെ ഇതിൽ പറയുന്നത് എന്താ? ടോട്ടൽ കറന്റ് എൻറ്ററിങ് ദ നോഡ് ഇസ് ഈക്വൽ ടു ദ ടോട്ടൽ കറന്റ് ലീവിങ് ദ നോഡ്. ഈ നോഡിലേക്ക് എൻ്റർ ചെയ്യുന്ന കറന്റ് ഏതൊക്കെയാണ്? IBയും
IC. ലീവ് ചെയ്യുന്ന കറണ്ട് ഏതാണ്? IE. ഓക്കെ, IE is equal to IB plus IC. ഇത് ഒരിക്കലും മറക്കരുത്, ഇങ്ങനെ ഓർത്ത് വെക്കാവുള്ളൂ, തിരിഞ്ഞു പോകരുത്. IE ഈ എമിറ്റർ കറണ്ട് കണ്ടോ, എമിറ്ററിലേക്ക് ഫ്ലോ ചെയ്യുന്ന കറണ്ട് IE എന്ന് പറഞ്ഞാൽ ആ ഈ ബേസ് കറണ്ടും ഈ കളക്ടർ കറണ്ടും കൂടി ചേർന്നായിരിക്കും നമ്മുടെ എമിറ്റർ ടെർമിനലിലേക്ക് ഫ്ലോ ചെയ്യുന്ന കറണ്ട്. IE is equal to IB plus IC. ഇത്രയും പറഞ്ഞതൊരു ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ ഇത് NPNന്റെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഒരു 99% സർക്യൂട്ട് NPN വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. ബിക്കോസ് NPNന്റെ അഡ്വാൻറ്റേജ് എന്താ PNP യെക്കാട്ടിയും? അതൊക്കെ നിങ്ങൾ SSB പഠിക്കും കേട്ടോ. NPNന്റെ അകത്ത് മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസാ. ഈ PNP വരുമ്പോഴേ മെജോറിറ്റി കാരിയർ ഹോൾസാ. നമ്മൾ ഇതിന്റെ രണ്ടിന്റെ മൊബിലിറ്റി നോക്കുവാണെങ്കിൽ, മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്പീഡ്, ആ മൊബിലിറ്റി നോക്കുവാണെങ്കിൽ ഇലക്ട്രോൺസിനാണ് ഹോൾസിനെക്കാട്ടിയും മൊബിലിറ്റി കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ NPN ട്രാൻസിസ്റ്റേഴ്സ് ആണ് PNP യെക്കാട്ടിയും കൂടുതൽ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. കാരണം ഇലക്ട്രോൺസിന്റെ മൊബിലിറ്റി ആണ് ഹോൾസിനെക്കാട്ടിയും കൂടുതൽ. അത് കാരണം കൊണ്ട് പലപ്പോഴും നമ്മൾ NPN ആണ് PNP യെക്കാട്ടിയും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ തിയറിറ്റിക്കലി നമ്മൾ പറയുമ്പോൾ NPN എടുക്കും, PNP എടുക്കും. ഓക്കെ, ഇത് NPN ട്രാൻസിസ്റ്ററിന്റെ കറന്റ് ഫ്ലോ ആണ്. PNP ആണെങ്കിൽ നേരെ തിരിച്ചായിരിക്കും വരിക, ഈ കറന്റ് ഡയറക്ഷൻ തിരിച്ചായിട്ടും വരിക. അതിന്റെ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കും അത് ഞാൻ പറഞ്ഞുതരാം. കറന്റ് ഫ്ലോ ഡയറക്ഷൻ തിരിച്ചാണെങ്കിലും ഈ ലോ ഇത് സാറ്റിസ്ഫൈ ചെയ്യും. ആ പോയിന്റിലേക്ക് ഞാൻ വരാം. അപ്പൊ ഈ NPN ട്രാൻസിസ്റ്റർ ആണ്. ഇത് ഏതാണ്? NPN ട്രാൻസിസ്റ്റർ ആണ്. NPN ട്രാൻസിസ്റ്ററിന്റെ ബേസ് കറണ്ടും കളക്ടർ കറണ്ടും എമിറ്റർ കറണ്ടും ആണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സി ഇത് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് എടുത്തിട്ടിരിക്കുന്നതേ ഉള്ളൂ. ഇത് സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും കേട്ടോ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി. അപ്പൊ നമ്മൾ അവിടെ പഠിച്ചിട്ടുള്ള ഒരു സ്ട്രക്ചർ ഇങ്ങനെയല്ലേ? NPN എങ്ങനെയാ വരയ്ക്കുക? N ഇത്, പിന്നെ ചെറിയ ഒരു വിട്ട് കൊടുക്കും, ഇത് P, ഇത് N അല്ലെ? NPN ഇങ്ങനെയാ നമ്മൾ വരയ്ക്കുന്നത്. എന്നിട്ട് എന്താ, N എന്ന് പറയുന്നത് കുറെ മെജോറിറ്റി കരിയേഴ്സും ഉണ്ട്, മൈനോറിറ്റി കരിയേഴ്സും ഉണ്ട്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രം ഒന്ന് റീകളക്ട് ചെയ്താൽ മതി. അറിയത്തില്ലെങ്കിൽ ഇത് വിട്ടേരെ. ഇത് നമ്മുടെ സർക്യൂട്ട്സിന്, ഇലക്ട്രോണിക് സർക്യൂട്ട്സ് പഠിക്കാനായിട്ട് ഇത് ആവശ്യമില്ല. ഓക്കെ, ഞാൻ പിന്നെ ആർക്കെങ്കിലും ജസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്യണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഒന്ന് റീകളക്ട് ചെയ്യാം, അതേ ഉള്ളൂ. ഉള്ള മെജോറിറ്റി കാരിയേഴ്സ് ഏതാ? ഓർക്കുന്നുണ്ടോ? N ടൈപ്പിലുള്ള മെജോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ്. അതിനെ നമ്മൾ ഇലക്ട്രോൺസ് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും, മൈനസ് വെച്ച്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഇലക്ട്രോൺസ് ആണ് മെജോറിറ്റി കാരിയേഴ്സ്. പിയിലുള്ള മെജോറിറ്റി കാരിയേഴ്സ് ഹോൾസ്, അവിടെ നമ്മൾ പ്ലസ് ഇട്ട് റെപ്രസെന്റ് ചെയ്യും. പക്ഷെ ഈ N ആണേലും P ആണേലും ഈ N ആണേലും അത് ശരിക്കും ഒറ്റയ്ക്ക് നമ്മളിങ്ങനെ എടുക്കുവാണെങ്കിൽ അത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്ന് പറഞ്ഞ് നമ്മൾ SSBയിൽ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഇലക്ട്രിക്കലി ന്യൂട്രൽ, അതായത് ഇവിടെ ഈ മൈനസ് ഉണ്ടെങ്കിലും ശരിക്കും അതിനെ ഇങ്ങനെ ആ ഒരു നെഗറ്റീവ് എന്താ പറയാ, നെഗറ്റീവ് ചാർജ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് അവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു N ടൈപ്പില് ഈ ഇലക്ട്രോൺസ് കൂടാണ്ട് ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് വട്ടത്തിലിട്ട് കാണിച്ചിരിക്കുന്നത്, പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ Pയിലുള്ള മെജോറിറ്റി കാരിയർ ഹോൾ ആണ്, പക്ഷെ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. നമ്മൾ ബയാസിംഗ് ഒന്നും കൊടുത്തില്ലെങ്കിൽ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. അപ്പോൾ ആ കേസിൽ ഈ ഹോൾസിന്റെ ചാർജ് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മൈനസ് ഉള്ള അയോൺസിനെ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ SSDയിൽ പഠിക്കുന്നതാണ്. ജസ്റ്റ് ഞാൻ ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. ആ ഫിഗർ നിങ്ങളെ ഒന്ന് ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതായിരുന്നു നമ്മുടെ ആ ട്രാൻസിസ്റ്ററിന്റെ ഒരു സ്ട്രക്ചർ. ഇവിടെ നേരെ തിരിച്ച് ഇങ്ങനെ വെർട്ടിക്കലായിട്ട് വരച്ചിരിക്കാം. ബിക്കോസ് നമ്മൾ NPN നമ്മൾ ഇങ്ങനെയല്ലേ റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മൾ NPN-നെ N ഇത്, P ഇത്, N ഇത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് ഒരു ഇത് കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇത് കളക്ടർ, ഇത് ബേസ്, ഇത് എമിറ്റർ. ഓക്കെ, NPN. പിന്നെ അവിടെ SSDയിൽ നമ്മൾ ഡിപ്ലീഷൻ റീജിയൻ, ഡിപ്ലീഷൻ ലെയർ വിഡ്ത്തിന്റെ കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഫിഗർ എടുത്തിട്ടത്. ഇതിനകത്തുനിന്ന് നമ്മൾ ബയാസിംഗ് കൊടുക്കുമ്പോൾ കറന്റ് ഫ്ലോ, ഇലക്ട്രോൺസ് അങ്ങോട്ട് പോകുന്നു, ഹോൾസ് ഇങ്ങോട്ട് വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് ഇവിടെയല്ല. വീണ്ടും അത് SSDയിൽ നമ്മൾ പഠിക്കും കേട്ടോ. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അവിടെ പഠിക്കും. അപ്പൊ ഇതാ ഒരു ട്രാൻസിസ്റ്റർ സ്ട്രക്ചർ ഞാൻ കാണിച്ചു തന്നിരിക്കുന്നതേ ഉള്ളൂ. ഈ ഒരു ട്രാൻസിസ്റ്ററിനെ സർക്യൂട്ട്സിൽ മൊത്തം നമ്മൾ ഈ ഒരു ഫിഗറിനെ ഇങ്ങനെ വരയ്ക്കത്തില്ല. ഈ ഫിഗറിന് പകരം നമ്മൾ എപ്പോഴും സിമ്പിൾ ആയിരിക്കും യൂസ് ചെയ്യുന്നത് കേട്ടോ. സിമ്പിൾ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. നിങ്ങൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിപ്പോ ആ ഒരു ട്രാൻസിസ്റ്ററിനെ നമ്മൾ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഇതുകൊണ്ട് ഞാനിത് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഈ മൈനസ് കാണിച്ചിരിക്കുന്നത് ജസ്റ്റ് കാരിയേഴ്സിനെ കാണിച്ചിരിക്കുവാണ്. പീഡ് ഇവിടെ നെഗറ്റീവ് ആയത് കാരണം അവിടെ ഇലക്ട്രോൺ എന്നുള്ളൊരു മീനിങ് അല്ല, ഇങ്ങനെ കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു ട്രാൻസിസ്റ്ററിനെ ബയാസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ അർത്ഥം?
ട്രാൻസിസ്റ്ററിനെ ബയാസ് ചെയ്യാന്ന് പറഞ്ഞാൽ, അതായത് ഒരു NPN ഇങ്ങനെ എടുക്കുവാണെങ്കിൽ അതിന് നമ്മൾ ബയാസിങ് ഒന്നും കൊടുത്തില്ല. ബയാസിങ് എന്ന് പറഞ്ഞാൽ സപ്ലൈ ഒന്നും കണക്ട് ചെയ്തില്ല. ബയാസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയ സപ്ലൈ, ആ ട്രാൻസിസ്റ്ററിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സപ്ലൈ കൊടുക്കണം. അതാണ് ബയാസിങ് എന്ന് പറയുന്നത്. ബയാസിങ് ഒന്നും കൊടുത്തില്ലെങ്കിൽ ശരിക്കും ഇത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിട്ടിരിക്കും, കറണ്ട് ഫ്ലോ ഒന്നും ഉണ്ടാവത്തില്ല. പക്ഷെ നമ്മൾ വൺസ് ഇതിനെ ബയാസിങ് കൊടുക്കുവാണെങ്കിൽ അതിൽ കൂടി കറണ്ട് വിൽ സ്റ്റാർട്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ്. എമിറ്ററിൽ നിന്ന് ബേസ് വഴി കളക്ടറിലേക്ക് കറണ്ട് പോകും. NPN ട്രാൻസിസ്റ്റർ ആണെങ്കിൽ ശരിക്കും എന്താ അറിയാവോ, ഇവിടെ എമിറ്ററിൽ നിന്ന് ബേസ് വഴി കളക്ടറിലേക്ക് കറണ്ട് പോകും. അപ്പം എമിറ്ററും നമ്മൾ ബയാസ് ചെയ്യുമ്പോഴത്തേക്കും എമിറ്റർ എല്ലാ കറണ്ട് ഇതിനകത്തൂടി ഫ്ലോ ചെയ്ത് തുടങ്ങും. എമിറ്റർ കറണ്ട്, ബേസ് കറണ്ട്, കളക്ടർ കറണ്ട് ഒക്കെ. ഓക്കെ, ഈ ഒരു ഫിഗർ ഒന്നുമില്ല, നിങ്ങളെ ബയസിങ് ജസ്റ്റ് എന്താണെന്നൊന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇൻ ഡീറ്റെയിൽ ഇതെല്ലാം നമ്മൾ പഠിക്കും എന്താണെന്ന്. കണ്ടോ ഇവിടെ ഈ നോർമലി PE ഈ ഒരു റീജിയൻ ഉണ്ടല്ലോ, ഈ ഒരു റീജിയൻ, ഈ Nനെയും PAയും ശരിക്കും ഫോർവേഡ് ബയാസ് ചെയ്യാന്ന് പറയും. അതിന് ജസ്റ്റ് എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. എങ്ങനെയാണ് ബയാസിങ് വരുന്നതെന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കും. അപ്പൊ ഇതിനെ ബയാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു റെസിസ്റ്റർ വെക്കും, അതിന്റെ യൂസ് ഒക്കെ നമ്മൾ പഠിക്കും. എഗെയിൻ ഈ അടുത്ത ഒരു ട്രാൻസിസ്റ്ററിന്റെ മറ്റൊരു പോർഷൻ അല്ലെങ്കിൽ മറ്റൊരു ജംഗ്ഷനെ നമ്മൾ ബയാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സപ്ലൈ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ജംഗ്ഷൻ എന്നൊക്കെ പേര് പറഞ്ഞു, അതെന്താണെന്ന് ഞാൻ പറയാം. അപ്പൊ ഈ ഒരു സപ്ലൈ, ഇങ്ങനെ സപ്ലൈ ട്രാൻസിസ്റ്ററിനെ കണ്ടോ ഓൺ ആകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബയാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ രണ്ട് സപ്ലൈ നമ്മൾ കണക്ട് ചെയ്യും. അതിനെയാണ് ബയാസിങ് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ആ ഫിഗർ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി അപ്പം ഞാൻ പറഞ്ഞു ട്രാൻസിസ്റ്റർ നമ്മൾ ബയാസ് ചെയ്ത് കഴിയുമ്പോൾ ഇലക്ട്രോൺ എമിറ്ററിൽ നിന്ന് ബേസ് വഴി കളക്ടറിലേക്ക് പോകും. ഓക്കെ, പക്ഷെ എമിറ്ററിൽ നിന്ന് കൊണ്ടുവരുന്ന എല്ലാ ഇലക്ട്രോൺസും കളക്ടറിലേക്ക് എത്തില്ല. കുറച്ച് ബേസിൽ നഷ്ടപ്പെട്ടു പോകും. റീകോമ്പിനേഷൻ വഴി ബേസിൽ നഷ്ടപ്പെട്ടു പോകും. അതൊക്കെ നമ്മൾ SSTയിൽ പഠിക്കുന്നതാണ്. ഞാനിവിടെ ഒരു ജസ്റ്റ് ഒരു ക്വിക്ക് റിവിഷൻ പോലെ, അതിന്റെ ആവശ്യമില്ല ഇത് മനസ്സിലാക്കാൻ, ബട്ട് സ്റ്റിൽ. അപ്പം നോർമലി നമ്മുടെ ഇവിടെ എമിറ്റർ ഉണ്ട്. ദിസ് ഈസ് എമിറ്റർ, ദിസ് ഈസ് എമിറ്റർ. പിന്നെന്താണ്, ബേസ് ഉണ്ട്, കളക്ടറും ഉണ്ട്. അപ്പൊ ശരിക്കും NPN ട്രാൻസിസ്റ്റർ ആണെങ്കിൽ ഈ എമിറ്ററിൽ നിന്ന് നമ്മൾ ബയാസിങ് കൊടുക്കുമ്പോൾ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ 100 ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് വരുവാണെന്ന് വിചാരിക്കും. ബേസിലേക്ക് എത്തുമ്പോഴത്തേക്കും ഈ 100 ഇലക്ട്രോൺസിൽ നിന്ന് കുറച്ച്, ഇവിടെ നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടും ബേസിൽ. റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞ ഒരു റീകോമ്പിനേഷൻ, ബേസിൽ റീകോമ്പിനേഷൻ നടക്കും. റീകോമ്പിനേഷൻ നടക്കുന്നത് വഴി കുറച്ച് ഇലക്ട്രോൺസ് ബേസിൽ നഷ്ടപ്പെടും. ബാക്കി ഇവിടെ നിന്ന് ഒരെണ്ണം നഷ്ടപ്പെടുവാണെങ്കിൽ ബാക്കി 99 എണ്ണവേ ഈ കളക്ടറിലേക്ക് എത്തത്തുള്ളൂ. അപ്പൊ ഈ ഇലക്ട്രോൺ ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, കറണ്ട് ഫ്ലോ. അപ്പൊ മൊത്തം ഇലക്ട്രോൺ എമിറ്ററിൽ നിന്ന് ഫ്ലോ ചെയ്യുന്ന മൊത്തം കറണ്ടും കളക്ടറിലേക്ക് എത്തത്തില്ല. അതാണ് ഇവിടെ ആ ഒരു മീനിങ് പറയുന്നത്. ഇലക്ട്രോൺ എമിറ്ററിൽ നിന്ന് കളക്ടറിലേക്ക് വരും, പക്ഷെ കുറച്ച് ഒരു 1% ഫെയിൽ നടക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇത് ഞാൻ മുമ്പേ നിങ്ങൾക്ക് പറഞ്ഞു തന്ന അതേ ഇക്വേഷൻ ആണ്. നമ്മൾ KCL വെച്ച് അപ്ലൈ ചെയ്യുന്ന എമിറ്റർ കറണ്ട് ഈസ് ഈക്വൽ ടു ബേസ് കറണ്ട് പ്ലസ് കളക്ടർ കറണ്ട് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആണ് ഇത്. ഇപ്പൊ ഞാൻ മുമ്പ് നിങ്ങളെ കാണിച്ചു തന്ന സെയിം ഇക്വേഷൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടിയ 2 പാരാമീറ്ററും കൂടി ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുവാണ്. ഓക്കെ, ഈ റീകോമ്പിനേഷനും കാര്യങ്ങളും എല്ലാം നിങ്ങൾ പഠിക്കുന്നത് SSTയിലാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ വേണ്ടിയ ഇവിടെ 2 പാരാമീറ്റർ ഉണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഈ കറണ്ട് ഗെയിൻ എന്ന് പറയും. കറണ്ട് ഗെയിന്റെ 2 പാരാമീറ്റർ. ഓക്കെ, 2 പാരാമീറ്റർ ഉണ്ട്. അതിവിടെ നമുക്കൊന്ന് ഓർത്തിരിക്കണം. വീണ്ടും ഇതിന്റെ ഡെറിവേഷനും കാര്യങ്ങളൊന്നും നമ്മൾ ഇവിടെ അല്ല. ശരിക്കും ഇതിന്റെ ഒക്കെ ഡെറിവേഷനും കാര്യങ്ങളും നമ്മൾ SSTയിലാണ് പഠിക്കുന്നത്. ഈ കറണ്ട് ഗെയിൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് കറണ്ട്. ഗെയിൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താ, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. അപ്പൊ ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട്, ഇതാണ് കറണ്ട് ഗെയിൻ എന്ന് പറഞ്ഞാൽ. അപ്പോ ഈ ട്രാൻസിസ്റ്ററിന് പല കോൺഫിഗറേഷൻ ഉണ്ട്. കോമൺ ബേസ് ഉണ്ട്, കോമൺ എമിറ്റർ ഉണ്ട്, കോമൺ കളക്ടർ ഉണ്ട്. അപ്പൊ അതനുസരിച്ച് കോമൺ ബേസിന് നമ്മൾ ഒരു കറണ്ട് ഗെയിൻ കൊടുക്കും. കോമൺ എമിറ്ററിന് നമ്മൾ വേറൊരു രീതിയിലായിരിക്കും കറണ്ട് ഗെയിൻ നൊട്ടേഷൻ വരുന്നത്. ഓക്കെ, ആൽഫ ശരിക്കും കോമൺ ബേസിന്റെ കറണ്ട് ഗെയിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ആൽഫ. ബീറ്റ റെപ്രസെന്റ് ചെയ്യുന്നത് കോമൺ എമിറ്ററിന്റെ കറണ്ട് ഗെയിൻ ആണ്. പിന്നെ ഈ കറണ്ട് ഗെയിനിൽ തന്നെ DC കറണ്ട് ഗെയിനും AC കറണ്ട് ഗെയിനും ഉണ്ട്. ഓക്കെ, അതും നമ്മൾ ലേറ്റർ ഓൺ നമ്മൾ ഇൻഡെപ്തി പഠിക്കും. നിങ്ങൾക്ക് തൽക്കാലം ഇപ്പൊ DC എന്ന് എഴുതുന്നില്ലെങ്കിൽ വേണ്ട, നിങ്ങൾ ആൽഫ ബീറ്റ എന്ന് ജസ്റ്റ് ബൈ ഡിഫോൾട്ട് എഴുതിയാലും അതിന് DC കറണ്ട് ഗെയിൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മളിപ്പോ തൽക്കാലം സ്റ്റാർട്ട് ചെയ്യുന്നത് DC വെച്ചിട്ടാണ്. അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഇപ്പം ലേറ്റർ ഓൺ AC പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇത് ക്ലിയർ ആകും. ഓക്കെ, അപ്പൊ 2 കറണ്ട് ഗെയിൻ ഉണ്ട് നമ്മളിവിടെ പറയുന്നത്. ആൽഫയും ഉണ്ട്, ബീറ്റയും ഉണ്ട്. ആൽഫ എന്ന് പറയുന്നത് കോമൺ ബേസ് കറണ്ട് ഗെയിനും ബീറ്റ എന്ന് പറഞ്ഞാൽ കോമൺ എമിറ്റർ കറണ്ട് ഗെയിനുമാണ്. ഓക്കെ, ഇത് ഫോർമുല കോമൺ ബേസിനുള്ളതാണ്. ഇത് കോമൺ ബേസിനകത്ത് വരുന്നത് ആ ബേസ് കറണ്ട് വരത്തില്ല ഇക്വേഷനിൽ. കളക്ടർ കറണ്ട് എമിറ്റർ കറണ്ടേ വരത്തുള്ളൂ.
ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട്. ബേസ് ആ ഇൻപുട്ട്. ഓക്കെ, ഈ ഒരു ഫോർമുല മാത്രം ഓർത്തിട്ട് നമ്മൾ ഞാൻ അധികം കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ ഒന്നും പറയുന്നില്ല ഇപ്പം. ജസ്റ്റ് ഇതൊന്ന് ഓർത്ത് വെക്കുക. അത് നമുക്ക് കുറച്ച് അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും നമ്മളിത് ഡിറൈവ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ കറണ്ട് ഗെയിൻ എന്താണെന്നുള്ളത് മാത്രം ഒന്ന് ഓർത്ത് വെക്കുക ഇക്വേഷൻ. ഓക്കെ, ലേറ്റർ ഓൺ ഫോർമുല പ്രോബ്ലംസ് വരുമ്പോഴത്തേക്കും തുടക്കത്തിൽ ചെറുതായിട്ട് ഇതൊന്നും നമുക്ക് ആവശ്യം വരുന്നുണ്ട്. ഓക്കെ, അതായത് ഇത് കോമൺ എമിറ്റർ ആണ്. കോമൺ എമിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കറണ്ട് രണ്ടിടത്തും സെയിം ആ, കളക്ടർ കറണ്ട് തന്നെയാണ്. ഇൻപുട്ട് കറണ്ട് മാറും. കോമൺ ബേസിന് ഇൻപുട്ട് കറണ്ട് IE ആണ്. കോമൺ എമിറ്ററിന് ഇൻപുട്ട് കറണ്ട് ബേസ് ആണ്. ഇപ്പൊ കോമൺ ബേസ് ആൽഫ കോമൺ ബേസ് ആണ്. കോമൺ ബേസ് വരുമ്പോൾ ഇൻപുട്ട് കറണ്ട് IE ആയിട്ട് എടുക്കുക. ഈ കോമൺ എമിറ്ററിന് ബീറ്റയാണ് വരുന്നത്. കോമൺ എമിറ്ററിന്റെ ബീറ്റ വരുമ്പോൾ താഴെയുള്ള കറണ്ട് ബേസ് കറണ്ട് ആയിട്ട് എടുക്കുക. അങ്ങനെ തൽക്കാലം ഒന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി. ഇത് ഞാൻ പറഞ്ഞ ഇക്വേഷൻ തന്നെയാണ്, അല്ല മുമ്പേ ഞാൻ കാണിച്ച ഫിഗർ തന്നെയാണ്. നോക്കിക്കേ, ബേസ് കറണ്ട് ഉള്ളിലേക്ക് പോകുന്നു, കളക്ടർ കറണ്ട്, എമിറ്റർ കറണ്ട്. പിന്നെ ഈ ഒരു കാണിച്ചിരിക്കുന്നത് ഇലക്ട്രോണിന്റെ ഫ്ലോ ആണ് കേട്ടോ. ശരിക്കും കറണ്ട് ഫ്ലോ ഇങ്ങോട്ടേക്കാണെങ്കിൽ ഇലക്ട്രോൺ ഫ്ലോ നേരെ തിരിച്ചായിരിക്കും. ഇതെല്ലാം നമ്മൾ SSDയിൽ നിങ്ങൾ പഠിക്കും. അപ്പൊ ഇപ്പൊ തൽക്കാലം ഇതിന്റെ ഒരു ആവശ്യമില്ല, എന്നിട്ടേ ഉള്ളൂ. തൽക്കാലം ഈ ഒരു കറണ്ട് ഫ്ലോയുടെ ഇക്വേഷൻ മാത്രം മതി. ഓക്കെ, ഞാൻ ഇലക്ട്രോൺ ഫ്ലോയിലേക്ക് പോകുന്നില്ല. നമുക്ക് കറണ്ട് ഫ്ലോ മാത്രം മതി. ഇലക്ട്രോൺ ഫ്ലോ വരുന്നത് SSDയിലാണ്. ഓക്കെ, ഇത് ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടുള്ള രണ്ട് സിമ്പിൾ പ്രോബ്ലം ആണ്. ആൽഫയുടെയും ബീറ്റയുടെയും ഇക്വേഷൻ വെച്ചിട്ട് നോക്കിക്കേ. ഈ ഒരു രണ്ട് ക്വസ്റ്റ്യൻ നോക്കിയ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്കിന് പലയിടത്തും PSC ലെവൽ, ഒരു സാധാ PSC ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഗേറ്റ് ലെവൽ ഒന്നും അല്ല. എന്തോ ചോദിച്ചു. കോമൺ ബേസും കോമൺ എമിറ്ററും പറഞ്ഞു. അപ്പൊ കോമൺ കളക്ടറിന്റെ കേസ് വേണ്ടേ? കോമൺ കളക്ടർ ഉണ്ട്, ഗാമ. പക്ഷേ ഈ കറന്റ് ഗെയിൻ നോക്കുവാണെങ്കിൽ ഈ ഗാമയ്ക്ക് തീരെ പ്രാധാന്യമില്ല. ഇതിനൊരു വാല്യൂ ഉണ്ടല്ലോ. നോർമലി നമ്മൾ കറന്റ് ഗെയിൻ എടുക്കുമ്പോഴത്തേക്കും ഗാമയുടെ എടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ തൽക്കാലം കോമൺ ബേസും കോമൺ എമിറ്ററിന്റെ ചോദിക്കത്തുള്ളൂ. ഗാമയുടെ അതിന്റെ ആ ഒരു കറന്റ് ഗെയിനിന്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് വളരെ കുറവായതുകൊണ്ട് നമ്മൾ കോമൺ കളക്ടറിന് അത് എടുക്കത്തില്ല. കോമൺ എമിറ്ററിനും കോമൺ ബേസിനും മതി. കോമൺ കളക്ടറിന് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ഗാമയാണ്. അത് ഞാൻ കാണിച്ചു തരാം, അതും കൂടി നിങ്ങൾ ഓർത്തോളൂ. പക്ഷെ പ്രോബ്ലം എപ്പോഴും ആൽഫയും ബീറ്റയും വെച്ചിട്ട് തന്നെയായിരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഗാമയാണ് കോമൺ കളക്ടറിന് വരുന്നത്. ഓക്കെ, കോമൺ കളക്ടറിന് വരുന്നത് ഗാമ. ഈ ഗാമയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കറണ്ട് വെച്ച് പറയത്തില്ല. നോർമലി ഗാമ എങ്ങനെയാ പ്രോബ്ലം വരുന്നതെന്ന് അറിയാവോ? ആൽഫയുടെയും ബീറ്റയുടെയും ഏതെങ്കിലും ഒരു വാല്യൂ തന്നിട്ട് ഗാമ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. അങ്ങനെയാ നോർമലി ചോദിക്കുക. അപ്പൊ ഗാമയാണ് കോമൺ കളക്ടറിലെ കറണ്ട് ഗെയിൻ. അപ്പൊ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇക്വേഷൻ ഇതാണ്. ഒന്നുകിൽ ബീറ്റ ക്വസ്റ്റ്യനിൽ തരും, അങ്ങനെയാണെങ്കിൽ 1 + ബീറ്റ ആയിരിക്കും ഗാമ. അല്ലെങ്കിൽ ആൽഫ ക്വസ്റ്റ്യനിൽ തരും, അങ്ങനെയാണെങ്കിൽ 1/1 - ആൽഫയാണ് ഈ ഗാമയുടെ ഇക്വേഷൻ. കേട്ടോ, അപ്പൊ ഇത് ഓർത്താൽ മതി. ഇത് നമ്മൾ ഈ കോമൺ ബേസ്, കോമൺ എമിറ്റർ, കോമൺ കളക്ടർ കോൺഫിഗറേഷനുകൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ മനസ്സിലാകും ഏത് കോൺഫിഗറേഷൻ ആണ് നമ്മൾ കറന്റ് ഗെയിൻ നല്ലതായിട്ട് വരുന്നത്, ഏത് കോൺഫിഗറേഷൻ ആണ് വോൾട്ടേജ് ഗെയിൻ നല്ലതായിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ പഠിക്കും കേട്ടോ. അതുകൊണ്ടാണ് കോമൺ കളക്ടറിനെ ഞാൻ ഇവിടെ പറയാതെ പോയത്. ആൽഫയും ബീറ്റയും മതി നമുക്ക് തൽക്കാലം ടൈം ബീയിങ്ങിന്. നമ്മൾ ഓരോ കോൺഫിഗറേഷൻ പഠിക്കുമ്പോൾ നമ്മളത് പഠിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ ഇപ്പൊ തൽക്കാലത്തേക്ക്? ഓക്കെ മാം. ഓക്കെ, അപ്പൊ ഈ ഒരു ഞാൻ ചോദിച്ചതുകൊണ്ട് ഞാൻ ഇത് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. ആൽഫയും ബീറ്റയും തന്നിട്ടുണ്ടെങ്കിൽ കോമൺ കളക്ടറിന്റെ കറന്റ് ഗെയിൻ ആയ ഗാമയുടെ ഇക്വേഷൻ ഇതാണ്. ഓക്കെ, ഇത് നമ്മൾ വഴിയെ പഠിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ ആൽഫയുടെ വാല്യൂ ഉണ്ടല്ലോ, ആൽഫ എന്ന് പറഞ്ഞാൽ 1-ന് അടുത്തുള്ള ഒരു വാല്യൂ ആയിരിക്കും. ഈ ആൽഫയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്ലൈറ്റ്ലി 1-ന് അടുത്ത് പറഞ്ഞാൽ <1 ആയിരിക്കും. സ്ലൈറ്റ്ലി <1 ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും. സ്ലൈറ്റ്ലി <1 ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും ആൽഫയ്ക്ക്. പക്ഷെ ബീറ്റയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ നോർമലി ഒരു ലാർജ് നമ്പർ ആയിരിക്കും കേട്ടോ. ഒരു ലാർജ് നമ്പർ ആയിരിക്കും. ലാർജ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു 99, ചില കേസിൽ നമ്മൾ 100 ആയിട്ടൊക്കെ എടുക്കാറുണ്ട്. 99, 100 ഒക്കെ ആയിരിക്കും ബീറ്റ. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചോണം. ഗാമയുടെ വാല്യൂ എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി <1 ആയിരിക്കും. ബീറ്റയുടെ വാല്യൂ ഇതായിരിക്കും. പിന്നെ വേറെ 1-2 റിലേഷൻസ് ഉണ്ട്, അത് ഞാൻ പഠിപ്പിക്കാം. ഓക്കെ, അതിന് മുമ്പ് ഒരു സിമ്പിൾ പ്രോബ്ലം ആണിത്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. കറന്റ് ഗെയിൻ തന്നിട്ടുണ്ട് കണ്ടോ. എന്നിട്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ബേസ് കറണ്ട് തന്നിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്നത് കളക്ടർ കറണ്ട് ആണ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഏതാണ് വേണ്ടത്? ഈ ഒരു ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. ബിക്കോസ് ചോദിച്ചിരിക്കുന്നത് ബേസ് കറണ്ട് തന്നിട്ടുണ്ട്, ബീറ്റ തന്നിട്ടുണ്ട്, ചോദിച്ചിരിക്കുന്നത് IC ആണ്. അപ്പൊ ബീറ്റ = IC. ഇത് IC എന്ന് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് I സബ്സ്ക്രിപ്റ്റ് ആണേ, ഇത് IB. ഇവിടെ ആ ഇക്വേഷൻ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ബിക്കോസ് ബീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബീറ്റ = IC/IB ആണ്. സോ വാട്ട് ഈസ് IC? IC എന്താണ്? ബീറ്റ ടൈംസ് IB ആണ്. ബീറ്റയുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് കണ്ടോ. അപ്പൊ ഈ ഒരു റിലേഷൻ വെച്ച് എഴുതാം.
അതുകൊണ്ട് താഴത്തത് കളക്ടർ കറണ്ട് തന്നിട്ടുണ്ട്, പിന്നെന്താണ് ബേസ് കറണ്ടും തന്നിട്ടുണ്ട്. കളക്ടർ കറണ്ട് തന്നിട്ടുണ്ട്, ബേസ് കറണ്ട് തന്നിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്നത് എന്താ? ആൽഫയാ. അല്ല സോറി, തന്നിരിക്കുന്നത് എന്താണ്? കളക്ടർ കറണ്ട് തന്നിട്ടുണ്ട് IC = 10 മില്ലി ആംപിയർ. ബേസ് കറണ്ട് തന്നിട്ടുണ്ട് 0.1 മില്ലി ആംപിയർ. ചോദിച്ചിരിക്കുന്നത് എന്താണ്? ആൽഫയാണ് ചോദിച്ചിരിക്കുന്നത്. ആൽഫയുടെ ഫോർമുല എന്താ? ആൽഫയുടെ ഫോർമുല എന്താ? ആൽഫയുടെ ഫോർമുല IC/IE. ഓക്കെ, IC/IE. പക്ഷെ ഇവിടെ IE തന്നിട്ടില്ല. പക്ഷെ നമുക്ക് IE കാൽക്കുലേറ്റ് ചെയ്യാം. IEയുടെ ഫോർമുല എന്താണെന്നാ ഞാൻ പറഞ്ഞത്? IE = IB + IC അല്ലേ? നമ്മൾ ആദ്യം തന്നെ പറയുന്നില്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു രണ്ടും കൂടി ആഡ് ചെയ്യുക. 10.1 ആണ് നമ്മുടെ IE എന്ന് പറയുന്നത്. ഇനി ഇത് I സഫിക്സ് ആണ്, എഴുതിയപ്പോ അങ്ങനെ ആയിപ്പോയതാണ്. അപ്പൊ നമുക്ക് ആൽഫ DC എന്ന് വേണമെന്നില്ല, യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ആൽഫ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ്? ICയുടെ വാല്യൂ തന്നിട്ടുണ്ട് 10 ഡിവൈഡഡ് ബൈ ഇപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത IEയുടെ വാല്യൂ കൂടി ഇട്ട് കൊടുത്തിട്ട് ആ റേഷ്യോ ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും. അപ്പൊ ഞാനിപ്പോ പറഞ്ഞ കാര്യം തന്നെ ഇവിടെ പ്രൂവ്ഡ് ആയിരിക്കും. ആൽഫയുടെ വാല്യൂ ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും 1-നെക്കാട്ടിയും ചെറുതായിട്ട് ഒരു സ്ലൈറ്റർ വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. കണ്ട, ആൽഫയുടെ വാല്യൂ ഇതാണ്. ഓക്കെ, ഇനി ഒരു ഫോർമുലയും കൂടി ഉണ്ട്. അത് ഞാൻ എന്റെ പ്രോബ്ലം ഒന്നും ചെയ്യിപ്പിക്കുന്നില്ല, പക്ഷെ PSC ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ്. പോളിടെക്നിക്കിന് ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷെ ഫോർമുല ഇതാണ്. ബീറ്റ എന്ന് പറയുന്നത് = α/1 - ആൽഫ. നിങ്ങൾ നോട്ട് ചെയ്തോളൂ. ബീറ്റ ചോദിക്കുവാണെങ്കിൽ, ബീറ്റയുടെ ആൽഫ തന്നിട്ട് ബീറ്റ ചോദിക്കുവാണെങ്കിൽ ഇതാണ് ഫോർമുല. ആൻഡ് ഓൾസോ തിരിച്ച് ഇതിനകത്ത് തന്നെ കിട്ടുന്നതാണ്. ആൽഫ തന്നിട്ട് ബീറ്റ തന്നിട്ട് തിരിച്ചാണെങ്കിൽ ആൽഫ = ബീറ്റ ഡിവൈഡഡ് ബൈ 1 + ബീറ്റ. ഈ രണ്ട് ഫോർമുലയും കൂടി ഒന്ന് ഓർത്ത് ഇവിടെ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഈ ഒരു ഫോർമുലയും ബിക്കോസ് ചെറിയ പ്രോബ്ലം ചോദിക്കും. ആൽഫ എന്നിട്ട് ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യണോ അല്ലെങ്കിൽ തിരിച്ച് ബീറ്റ എന്നിട്ട് ആൽഫ കാൽക്കുലേറ്റ് ചെയ്യാനോ ചോദിക്കുവാണെങ്കിൽ ഈ ഒരു ഫോർമുല യൂസ് ചെയ്യാം. PSC ചോദിച്ചിട്ടുണ്ട്, പക്ഷെ പോളിക്കൊന്നും ചോദിച്ചിട്ടില്ല. വളരെ ലോ ലെവൽ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യനും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇനി മറ്റൊരു കാര്യമുണ്ട്. അപ്പൊ നമ്മളിവിടെ BJTയുടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ SSB ആയിട്ട് മിക്സ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ശരിക്കും സബ്ജക്ട് ഇതേ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ BJT എന്ന് പറയുന്നത് ശരിക്കും രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. NPN നമ്മൾ കണ്ട കാര്യമാണ്. ആൻഡ് ഓൾസോ എന്താണ്? PNP. ഓക്കെ, NPN-നെ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പോകും ഒരു ബ്ലോക്ക് വെച്ച്. ദിസ് ഈസ് N, ദിസ് ഈസ് P and this is N. Okay, PNP-യെ PNP. ഓക്കെ, ഇവിടെ വിഡ്ത്തും ലെങ്തും ഒന്നും നോക്കണ്ട, നമുക്ക് ഇവിടെ അതിന് ഇമ്പോർട്ടൻസ് ഇല്ല. നിങ്ങൾ SSB ഇത് പഠിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നോർമലി നമ്മുടെ എമിറ്റർ. ഇതാണ് ബേസ്, ഇതാണ് കളക്ടർ. ഇവിടെയോ ഇതാണ് എമിറ്റർ, ഇതാണ് ബേസ്, ഇതാണ് കളക്ടർ. ഓക്കെ, ഇനി ഒരു BJT നോക്കുവാണെങ്കിൽ 2 ജംഗ്ഷൻ ഉണ്ട്. നോക്കിക്കേ, ഈ ഫിഗറിൽ തന്നെ നോക്കിയാൽ കാണാം. കണ്ട, ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്, ഇവിടെയും ഒരു ജംഗ്ഷൻ ഉണ്ട്. ഇതിന്റെ ഒരു ഡൗട്ട്, ഇതിന്റെ വിഡ്ത്ത് എങ്ങനെയാ വരുന്നത്? ഇതിന്റെ വിട്ട് ഈ സബ്ജക്ട് വരുന്നതല്ല, SSTയിൽ നമ്മൾ പഠിക്കും. ശരിക്കും വിട്ട് വരുന്നത് ഏറ്റവും കുറഞ്ഞ വിട്ട് വരേണ്ടത് ബേസിലാണ് കേട്ടോ. കുറഞ്ഞ വിട്ട് വരേണ്ടത് ബേസ് ആയിരിക്കും. ഏറ്റവും കുറച്ച് ഏരിയ ഉള്ളത് ബേസിലാണ്. പിന്നെ വരുന്നത് ശരിക്കും അതിന്റെ ഇതിങ്ങനെയാണ്: കളക്ടർ ഫോളോഡ് ബൈ എമിറ്റർ ഫോളോഡ് ബൈ ബേസ്. ഇങ്ങനെയാണ് ആ ഒരു വിട്ട് വരുന്നത്. ഏറ്റവും കൂടുതൽ വരുന്നത് കളക്ടറിനായിരിക്കും. ഓക്കെ, പിന്നെ വരുന്നത് എമിറ്ററിനായിരിക്കും. അങ്ങനെ ഏറ്റവും കൂടുതൽ നിങ്ങൾ കളക്ടർ ഇട്ട് വരച്ചോളൂ. ബേസിനായിരിക്കും ഏറ്റവും കുറവ്. പിന്നെ ഇത് ഒരു മീഡിയം ലെവലിൽ കേട്ടോ, അങ്ങനെ വരച്ചാൽ മതി. നിങ്ങൾ എമിറ്ററും കളക്ടറും അധികം ശ്രദ്ധിക്കണമെന്നില്ല. ബേസ് എപ്പോഴും ഒരു ചെറിയ വിട്ടായിട്ട് വരയ്ക്കുക. ഞാൻ ഇവിടെ വരച്ചപ്പോൾ ഇച്ചിരി കൂടിപ്പോയി ബേസ്. ഞാൻ ഇവിടെ വിട്ടിന് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, നമുക്ക് ഇവിടെ അത് ആവശ്യമില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അതിൽ ഡോപ്പിങ്ങും പിന്നെ ആ ഒരു കറണ്ട് ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ ഏരിയ പറയുന്നത്. ഓക്കെ, ബേസ് എപ്പോഴും ചെറിയ വിട്ടാക്കി വരച്ചോളൂ. ഓക്കെ, ഏരിയ അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ,
അപ്പൊ അങ്ങനെ വരയ്ക്കുക. അപ്പൊ അത് ഇവിടെ ഇമ്പോർട്ടൻസ് ഇല്ല കേട്ടോ, ശരിക്കും ഒരു വിത്തിന് ഇവിടെ വരുന്നില്ല. അത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ SSDയിലുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എത്ര ജംഗ്ഷൻ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്? 2 ജംഗ്ഷൻ. ഓക്കെ, ഇതൊരു ജംഗ്ഷൻ, ഇതൊരു ജംഗ്ഷൻ. ഈ ജംഗ്ഷന്റെ പേരാണ് എമിറ്റർ ജംഗ്ഷൻ എന്ന് പറയും. ഈ ജംഗ്ഷന്റെ പേരാണ് കളക്ടർ ജംഗ്ഷൻ എന്ന് പറയും. ഇത് JE എമിറ്റർ ജംഗ്ഷനും ഇത് കളക്ടർ ജംഗ്ഷനും. അതുകൊണ്ട് PNP വരുവാണെങ്കിലും ഇവിടെ എന്താണ്? ഇവിടെ ഒരു ജംഗ്ഷൻ, ഇതൊരു ജംഗ്ഷൻ. ഈ ജംഗ്ഷന്റെ പേരാണ് എമിറ്റർ ജംഗ്ഷൻ, ഈ ജംഗ്ഷന്റെ പേരാണ് കളക്ടർ ജംഗ്ഷൻ. ഓക്കെ, അപ്പൊ 2 ജംഗ്ഷൻ ഉണ്ട്. ദിസ് ഈസ് എമിറ്റർ ജംഗ്ഷൻ ആൻഡ് ദിസ് ഈസ് കളക്ടർ ജംഗ്ഷൻ. ഓക്കെ, ഇനി ഈ എമിറ്റർ ജംഗ്ഷൻ, നമ്മൾ ഈ ട്രാൻസിസ്റ്ററിന്റെ ബയാസിങ് എന്താണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ? നമ്മൾ ഈ ട്രാൻസിസ്റ്ററിന് സപ്ലൈ കൊടുക്കുമ്പോൾ കറണ്ട് ഇതിലേക്ക് കൂടി ഫ്ലോ ചെയ്ത് തുടങ്ങും. അപ്പൊ ഈ സപ്ലൈ കൊടുക്കുമ്പോൾ ഈ 2 ജംഗ്ഷൻ ഒന്നുകിൽ ഫോർവേഡ് ബയാസ് ആകാം, അല്ലെങ്കിൽ റിവേഴ്സ് ബയാസ് ആകാം. കാരണം ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ N ഉം P എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു ഡയോഡാണ് അല്ലെ? ഒരു ഡയോഡാണ്. അപ്പൊ ഈ ഡയോഡിന്റെ ജംഗ്ഷൻ ആണ് ഇത്. ഡയോഡിനെ ബയാസ് ചെയ്യാനായിട്ട് ഫോർവേഡ് ബയാസും ചെയ്യാം, ഈ ഡയോഡിനെ റിവേഴ്സ് ബയാസും ചെയ്യാൻ പറ്റും നമുക്ക്. ഒരു ഡയോഡിന് സപ്ലൈ കൊടുക്കുമ്പോൾ ഒന്നുകിൽ അത് ഫോർവേഡ് ബയാസ് ആകും, അല്ലെങ്കിൽ റിവേഴ്സ് ബയാസ് ആകും. അപ്പൊ അതുപോലെ തന്നെ ഈ 2 ജംഗ്ഷനെ നമുക്ക് ഒന്നുകിൽ ഫോർവേഡ് ബയാസ് ചെയ്യാം, അല്ലെങ്കിൽ റിവേഴ്സ് ബയാസും ചെയ്യാം. ഇതിലെ ഫോർവേഡ് ബയാസും റിവേഴ്സ് ബയാസും ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് BJTയെ കുറെ മോഡ്സ് അല്ലെങ്കിൽ റീജിയൻ ഓഫ് ഓപ്പറേഷൻസ് അങ്ങനെ വെച്ചിട്ട് നമുക്ക് കുറച്ച് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ ബയാസ്, എമിറ്ററിനെയും കളക്ടറിനെയും എങ്ങനെയാണോ ബയാസ് ചെയ്യുന്ന അനുസരിച്ചിട്ട് നമുക്ക് BJTക്ക് കുറെ മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ക്ലാസിഫിക്കേഷനിലേക്ക് പോകാം. അപ്പൊ മോഡ്സ് ഓർ റീജിയൻ ഓഫ് ഓപ്പറേഷൻ. ഓക്കെ, ഇവിടെ ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞത്? എമിറ്റർ ജംഗ്ഷനും പിന്നെ ഏതാ അടുത്ത ജംഗ്ഷൻ? കളക്ടർ ജംഗ്ഷൻ. ഓക്കെ, എന്നിട്ട് നമുക്ക് അതിന്റെ ആപ്ലിക്കേഷനും കൂടി നോക്കാം. നിങ്ങളൊരു ടാബുലാർ കോളം പോലെ വരച്ചിട്ട് ബുക്കിൽ എഴുതണം. ഇമ്പോർട്ടന്റ് ആണിത്. ഓക്കെ, ദിസ് ഈസ് ഇമ്പോർട്ടന്റ്. മോഡ്സ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയും. ഓക്കെ, ആദ്യം ഈ എമിറ്റർ ജംഗ്ഷനെയും കളക്ടർ ജംഗ്ഷനെയും ഒന്നുകിൽ എനിക്ക് രണ്ടും റിവേഴ്സ് ബയാസ് ചെയ്യാം. ഓക്കെ, ഡയോഡിൽ പഠിക്കുന്നതാണ്. റിവേഴ്സ് ബയാസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഞാൻ പറഞ്ഞുതരാം. അത് ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ കണ്ടോ, ഈ ഡയോഡിനെ ഫോർവേഡ് ബയാസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ P സൈഡ് അല്ലേ? ഈ ലൈൻ ഡിനോട്ട് ചെയ്യുന്നത് N ആണ്. Pക്ക് പോസിറ്റീവ് കൊടുക്കുകയും Nന് നെഗറ്റീവ് കൊടുക്കുകയും ചെയ്യുവാണെങ്കിൽ ഇതിനെ ഫോർവേഡ് ബയസ് എന്ന് പറയും. കണ്ടോ, P കണക്റ്റഡ് ടു പോസിറ്റീവ്, N കണക്റ്റഡ് ടു നെഗറ്റീവ്, ഇതിനെ നമ്മൾ ഫോർവേഡ് ബയസ് എന്ന് പറയും. തിരിച്ചാണെങ്കിൽ അതിന് റിവേഴ്സ് ബയസ് എന്ന് പറയും. അപ്പൊ ഈ ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ശരിക്കും ആ ഒരു PN ഡയോഡിന്റെ ആ ഒരു ജംഗ്ഷൻ, അതിനെ നമ്മൾ ബയാസ് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ കോമ്പിനേഷൻ ഞാൻ എടുത്തിരിക്കുന്നത് എമിറ്റർ ജംഗ്ഷനെ റിവേഴ്സ് ബയാസ് ചെയ്തു, കളക്ടർ ജംഗ്ഷനെ റിവേഴ്സ് ബയാസ് ചെയ്തു. അന്നേരമുള്ള മോഡ് ഓഫ് ഓപ്പറേഷന്റെ പേരാണ്, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നമ്മൾ പറയും കട്ട് ഓഫ് മോഡ് എന്ന് പറയും. ട്രാൻസിസ്റ്റർ കട്ട് ഓഫ് മോഡിലായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. എപ്പോ? എമിറ്റർ ജംഗ്ഷനും കളക്ടർ ജംഗ്ഷനും റിവേഴ്സ് ബയാസ്ഡ് ആണെങ്കിൽ. ഈ ഒരു മോഡില് നമ്മുടെ ട്രാൻസിസ്റ്റർ ഒരു ഓഫ് സ്വിച്ച് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. അപ്പൊ ആപ്ലിക്കേഷൻ എന്താണ്? ഓഫ് സ്വിച്ച് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. ഓക്കെ, രണ്ടാമത്തെ മോഡ് എന്ന് പറയുന്നത് നമ്മൾ എമിറ്റർ ജംഗ്ഷനെ കളക്ടർ ജംഗ്ഷനെ ഫോർവേഡ് ബയാസ് ചെയ്യുമെന്ന് വിചാരിക്കും. രണ്ടെണ്ണത്തിന് നമ്മൾ ഫോർവേഡ് ബയാസ് ചെയ്തു. പിന്നെ രണ്ടിനെ ഫോർവേഡ് ബയാസ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന മോഡിന്റെ പേരാണ് സാച്ചുറേഷൻ എന്ന് പറയും. എന്താണ്? സാച്ചുറേഷൻ. ഓക്കെ, സാച്ചുറേഷൻ. അന്നേരം ഉള്ള ആപ്ലിക്കേഷൻ, അങ്ങനെ സാച്ചുറേഷനിൽ നമുക്ക് ട്രാൻസിസ്റ്ററിനെ ഒരു ഓൺ സ്വിച്ച് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കാം. ഇനി അടുത്ത മോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എമിറ്റർ ജംഗ്ഷൻ JE എന്ന് പറഞ്ഞ എമിറ്റർ ജംഗ്ഷനെ നമുക്ക് ഫോർവേഡ് ബയാസ് ചെയ്ത് കളക്ടർ ജംഗ്ഷനെ നമുക്ക് റിവേഴ്സ് ബയാസ് ചെയ്യാം. അന്നേരം കിട്ടുന്ന മോഡിന്റെ പേരാണ് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോഡാണ് ആക്റ്റീവ് മോഡ് ഓർ ഫോർവേഡ് ആക്റ്റീവ് എന്നും പറയും കേട്ടോ. ആക്റ്റീവ് ഓർ ഫോർവേഡ് ആക്റ്റീവ് എന്നും പറയും. ഓക്കെ, ആപ്ലിക്കേഷൻ എന്താ പറയാവോ? എന്താ ആപ്ലിക്കേഷൻ? ട്രാൻസിസ്റ്റർ എന്തിനാ നോർമലി യൂസ് ചെയ്യുന്നത്? ആംപ്ലിഫിക്കേഷൻ. അപ്പൊ ആക്റ്റീവ് മോഡിൽ നമ്മുടെ ട്രാൻസിസ്റ്റർ വിൽ ആക്ട് ആസ് ആൻ ആംപ്ലിഫയർ.
വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടി, ആംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ബൈ ഡിഫോൾട്ട് ട്രാൻസിസ്റ്ററിനെ നമ്മൾ ഇങ്ങനെയായിരിക്കും ബയാസ് ചെയ്യുക. എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്, കളക്ടർ ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്ഡ്. നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ആക്റ്റീവ് റീജിയൻ എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡ്, കളക്ടർ ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്ഡ്. ഇനി നാലാമത്തെ ഒരു മോഡ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് അറിയാം. തിരിച്ച് എമിറ്റർ ജംഗ്ഷനെ റിവേഴ്സ് ബയസ് ചെയ്യുക, കളക്ടർ ജംഗ്ഷനെ ഫോർവേഡ് ബയസ് ചെയ്യുക. അപ്പൊ കിട്ടുന്ന മോഡിന്റെ പേരാണ് റിവേഴ്സ് ആക്റ്റീവ്. ഓക്കെ, റിവേഴ്സ് ആക്റ്റീവ്. ഓക്കെ, ഈ റിവേഴ്സ് ആക്റ്റീവിൽ ശരിക്കും നമ്മൾ BJT ഉപയോഗിക്കത്തില്ല കേട്ടോ. അതിന് പ്രത്യേകിച്ച് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ BJT നമ്മൾ ഒരിക്കലും റിവേഴ്സ് ആക്റ്റീവ് മോഡിൽ ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കത്തില്ല. കാരണം ആ സമയത്ത് നമ്മുടെ BJT ഒരു അറ്റിനുവേറ്റർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആപ്ലിക്കേഷന് പറയാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾ ഓർത്ത് വെക്കണം. BJTയെ നമ്മൾ ഈ BJT ഈസ് നെവർ, അല്ലെങ്കിൽ BJT ഈസ് നോട്ട് യൂസ്ഡ് ഇൻ ദിസ് റിവേഴ്സ് ആക്റ്റീവ് റീജിയൻ. BJT നമ്മൾ അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യത്തില്ല. കാരണം BJT ഈ മോഡിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ അതൊരു അറ്റിനുവേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, ഗെയിൻ ഒക്കെ കുറച്ച് ഔട്ട്പുട്ടേ കിട്ടത്തില്ല. ഇൻപുട്ട് കൊടുക്കുവാണെങ്കിൽ അതിനെ ഇല്ലാണ്ടാക്കുക. അങ്ങനെ ഒരു അറ്റുനേറ്റർ ആയിട്ടായിരിക്കും ഫംഗ്ഷൻ ചെയ്യുക. സോ ഈ ഒരു മോഡിൽ നമ്മൾ ഒരിക്കലും BJT ഓപ്പറേറ്റ് ചെയ്യത്തില്ല. പക്ഷെ അത് നിങ്ങൾ ഓർത്തോണം, റിവേഴ്സ് ആക്റ്റീവില് ട്രാൻസിസ്റ്റർ ആക്ട് ആസ് ആൻ അറ്റുനുവേറ്റർ എന്ന് നിങ്ങൾ ഓർത്തോണം. അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് ടേബിൾ ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ 1-2 ചോദിക്കുവാണെങ്കിൽ ഡയറക്ട്ലി ഇതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഒക്കെ നമുക്ക് കിട്ടും. അതിനൊരു ആപ്ലിക്കേഷൻ രണ്ട് എമിറ്റർ ജംഗ്ഷനും കളക്ടർ ജംഗ്ഷനും എങ്ങനെ വേണമെന്നുള്ള ഒരു ഇതാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഞാൻ PNPയുടെ പറയാൻ വിട്ടു. അത് ഒന്നുമില്ല, നമ്മുടെ ഇത് നമ്മുടെ NPN ട്രാൻസിസ്റ്റർ അല്ലേ. അപ്പൊ ബേസ് കറണ്ട് എങ്ങനെയാ ഫ്ലോ ചെയ്യുന്നത്? ഉള്ളിലേക്ക്. പിന്നെ IC എന്ന് പറയുന്നത് ഇങ്ങനെ, IE എന്ന് പറയുന്നത് ഇങ്ങനെ. ഓക്കെ, ഇനി PNP ട്രാൻസിസ്റ്റർ ആണെങ്കിൽ എങ്ങനെയാ വരുന്നത്? ആരോ ഹെഡ് ഇവിടെ വരും. ഓക്കെ, ഇനി കറന്റ് ഫ്ലോ നേരെ തിരിച്ച. IB ഇവിടെ ഉള്ളിലോട്ടല്ലായിരുന്നോ? ഇവിടെ IB ഇങ്ങോട്ട് വരും. ഓക്കെ, IC ഇവിടെ ഇങ്ങോട്ട് വരും. ഇവിടെ IE ഇങ്ങോട്ട് വരും. പക്ഷെ ഇത് രണ്ടിലും ഇക്വേഷൻ ഇത് തന്നെയാണ്. IE ഈക്വൽ ടു IB പ്ലസ് IC. ഇതിനകത്ത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് തിരിച്ചെഴുതി വെക്കല്ലേ. ഇപ്പൊ NPN-നും PNPക്കും ഇക്വേഷൻ ഇത് തന്നെയാ. ബിക്കോസ് ഇതിൽ നോക്കി, ഇതിൽ KCL അപ്ലൈ ചെയ്താലുവേ ഒരു നോഡ് നമ്മൾ ട്രാൻസിസ്റ്റർ നോഡായിട്ട് കൺസിഡർ ചെയ്യും. IB പുറത്തേക്ക് പോകുന്നു, ICയും പുറത്തേക്ക് പോകുന്നു, IE കണ്ടോ ഉള്ളിലേക്ക് വരുന്നു. അതേ ആരോ ഡയറക്ഷൻ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുക. അപ്പൊ കിർച്ചോഫ്സ് കറന്റ് ലോ വെച്ച് പറയുവാണെങ്കിൽ ടോട്ടൽ കറന്റ് എന്ററിങ് ദ നോഡ്, IE അല്ലേ എന്റർ ചെയ്യുന്നത്. ഈ നോഡിൽ നിന്ന് ലീവ് ചെയ്യുന്ന കറണ്ട് IB പ്ലസ് IC ആണ്. ഓക്കെ, അപ്പൊ PNPക്കും NPN-നും രണ്ടിനും ഈ ഒരു ഇക്വേഷൻ വാലിഡ് ആണ്, ഓർത്തോണം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഇപ്പം 1-2 ഇക്വേഷൻസ് ഒക്കെ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർത്ത് വെക്കണം. ആൽഫയുടെ ഇക്വേഷനും ബീറ്റയുടെ ഇക്വേഷനും ഈ ഒരു ഇക്വേഷൻ. അപ്പൊ ഓർത്ത് വെക്കേണ്ട ഇക്വേഷൻ IE ഈസ് ഈക്വൽ ടു IB പ്ലസ് IC. പിന്നെ നമ്മൾ പറഞ്ഞ ആൽഫയുടെ ഇക്വേഷൻ, ആൽഫ കറന്റ് ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആൽഫ ഈസ് ഈക്വൽ ടു IC ബൈ IE, ഓർത്തോണം. ഓക്കെ, ആൻഡ് ഓൾസോ പിന്നെ ഏതാണ് പറഞ്ഞ ഇക്വേഷൻ? ബീറ്റ ഈസ് ഈക്വൽ ടു IC ബൈ IB. ഓക്കെ, ഇതിൽ നിന്ന് വേറൊരു കാര്യം കൂടി കിട്ടി ഈ രണ്ട് ഇക്വേഷനിൽ നിന്ന്. കളക്ടർ കറന്റ് IC ഈസ് ഈക്വൽ ടു, ഇപ്പൊ ഞാൻ സെപ്പറേറ്റ് പറഞ്ഞുതരാം. അതായത് കുറച്ച് ഇക്വേഷൻസ് ടു ബി റിമെമ്പേർഡ് എന്ന് പറഞ്ഞ് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം കേട്ടോ. ഇക്വേഷൻസ് ടു ബി റിമെമ്പേർഡ് ഒന്നുമില്ല, 2-3 ഇക്വേഷൻ തുടക്കത്തിൽ. ഫസ്റ്റ് ഇക്വേഷൻ നമ്മുടെ ഇതാണ്. ഏത് റീജിയൻ ഓഫ് ഓപ്പറേഷനിൽ നമ്മുടെ ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ് ചെയ്താലും IE എന്ന് പറഞ്ഞത് IB പ്ലസ് IC ആയിരിക്കും. ഓക്കെ, ഇതെല്ലാം ഏത് റീജിയൻ ഓഫ് ഓപ്പറേഷനിലും ഈ ഇക്വേഷൻ വാലിഡ് ആണ്. ഓക്കെ, വാലിഡ് ഇൻ ഓൾ റീജിയൻ ഓഫ് ഓപ്പറേഷൻ. ഓക്കെ, ഇനി രണ്ടാമത്തെന്ന് പറഞ്ഞാൽ if BJT is in active region, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. BJT ആക്റ്റീവ് റീജിയനിൽ എന്നങ്ങനെ ക്വസ്റ്റ്യൻ പറയുവാണെങ്കിൽ ഈ ഇക്വേഷനാ. IC is equal to ആൽഫ IE. ആൽഫ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ലേ. ആൽഫ എന്ന് പറഞ്ഞ ഗെയിൻ എന്ന് പറഞ്ഞാൽ IC ബൈ IE എന്ന് പറഞ്ഞില്ലേ. അതിൽ നിന്ന് IC എന്താണെന്ന് എഴുതിയിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ
ഐഡിയലി പറയുവാണെങ്കിൽ അല്ല പ്രാക്ടിക്കലി പറയുവാണെങ്കിൽ ഇതിന്റെ കൂടെ ഒരു ചെറിയ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്നും കൂടി പറയും, ICO, റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് അല്ലെങ്കിൽ ലീക്കേജ് കറണ്ട് എന്നൊക്കെ പറയും കേട്ടോ. ഇതും വീണ്ടും നമ്മൾ SSD പഠിക്കുന്നതാണ്. ഈ ICO മറ്റൊന്നുമല്ല, ഈ എമിറ്റർ ഉണ്ട്, ബേസ് ഉണ്ട്, കളക്ടറും ഉണ്ട്. ഓക്കെ, നമ്മൾ ഈ എമിറ്ററിനെ അങ്ങ് ഓപ്പൺ ആക്കി വെക്കും. എമിറ്ററിനെ ഓപ്പൺ ആക്കി വെക്കുക എന്ന് പറഞ്ഞാൽ ഇതിന് നമ്മൾ സപ്ലൈ ഒന്നും കൊടുക്കത്തില്ല, ഓപ്പൺ ആക്കി വെക്കുക. അപ്പൊ നമ്മുടെ ഈ ബേസും കളക്ടറും മാത്രം വന്നു. ഈ ബേസിനെയും കളക്ടറിനെയും നോർമലി നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? ഇവിടെ വരുന്ന ജംഗ്ഷൻ അല്ലേ, ഈ ജംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞത്? റിവേഴ്സ് ബയാസ് ചെയ്യുന്നല്ലേ പറഞ്ഞത് ആക്റ്റീവ് റീജിയനിൽ. ആക്റ്റീവ് റീജിയനിൽ ഈ ജംഗ്ഷനെ നമ്മൾ ഫോർവേഡ് ബയാസ് ചെയ്യും, ഈ ജംഗ്ഷനെ നമ്മൾ റിവേഴ്സ് ബയാസ് ചെയ്യും. അങ്ങനെയാണ് ആക്റ്റീവ് റീജിയനിൽ ഞാൻ പറഞ്ഞത്. റിവേഴ്സ് ബയാസ് എന്ന് പറഞ്ഞാൽ ഇത് NPN ട്രാൻസിസ്റ്റർ ആണെങ്കിൽ N, P, N. റിവേഴ്സ് ബയാസ് എന്ന് പറഞ്ഞാൽ N കണക്റ്റഡ് ടു പോസിറ്റീവ്, P കണക്റ്റഡ് ടു നെഗറ്റീവ്. കണ്ട, ഇതാ ഇങ്ങനെയാണ് നമ്മൾ ഈ ജംഗ്ഷനെ റിവേഴ്സ് ബയാസ് ചെയ്യുന്നത്, ഈ ജംഗ്ഷനെ. ബിക്കോസ് ആക്റ്റീവ് റീജിയനിൽ ആദ്യത്തെ ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡും ഈ ജംഗ്ഷൻ JC എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസും ചെയ്യണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ റിവേഴ്സ് ബയസ് ചെയ്യുമ്പോൾ ഇവിടെ ഈ മൈനോറിറ്റി കാരിയേഴ്സ് കാരണം ഒരു കറന്റ് ഫ്ലോ ഉണ്ടാവും. അതാണ് ശരിക്കും റിവേഴ്സ് സാച്ചുറേഷൻ കറന്റ് ഓഫ് കളക്ടർ ജംഗ്ഷൻ എന്ന് പറയും. റിവേഴ്സ് സാച്ചുറേഷൻ കറന്റ് ഓഫ് കളക്ടർ ജംഗ്ഷൻ എന്ന് പറയും. ഇത് നമ്മൾ പിന്നീട് പലപ്പോഴും നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇത് നെഗ്ലിജിബിൾ ആയിട്ട് എടുത്തിട്ടാ ചെയ്യുന്നത്. പക്ഷെ ഇതിന് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ICOയും കൂടി ചേർത്ത് പറയണം. ICO എന്ന് പറഞ്ഞാൽ എന്താണ്? റിവേഴ്സ് സാച്ചുറേഷൻ കറന്റ് ഓഫ് കളക്ടർ ജംഗ്ഷൻ. ഓക്കെ, അതാണ് ICO. IC എന്താണെന്ന് മാത്രം ഇപ്പൊ അറിഞ്ഞിരുന്നാൽ മതി. ഈ ഇക്വേഷൻ ഓർത്ത് വെക്കണം. IC = α/I ആണ്. മറ്റേ പ്രോബ്ലം വരുമ്പോഴത്തേക്ക് ഇത് നമ്മൾ നെഗ്ലക്ട് ചെയ്യും. പക്ഷെ ഇക്വേഷൻ ഇങ്ങനെ ഓർത്ത് വെക്കുക. ഇനി ഒരു ഇക്വേഷനും കൂടി ഉണ്ട് ഈ ആക്റ്റീവ് റീജിയനിൽ പറയാനാണെങ്കിൽ. IC = ഇൻ ടേംസ് ഓഫ് ബീറ്റ എഴുതുവാണെങ്കിൽ ബീറ്റ ടൈംസ് IB, ഓക്കെ, പ്ലസ് 1 + ബീറ്റ ടൈംസ് ICO. ഈ ഇക്വേഷൻ ഒക്കെ നമ്മൾ SSD ഡിറൈവ് ചെയ്യുന്നതാണ് കേട്ടോ. ഇവിടെ ഈ കറണ്ട് ഇക്വേഷൻ ഒന്നും നമ്മൾ ഇലക്ട്രോണിക് സർക്യൂട്ട്സിൽ ഡിറൈവ് ചെയ്യത്തില്ല. ഓക്കെ, ഇക്വേഷനിലാണ് നമ്മൾ അവിടെ ഡിറൈവ് ചെയ്യും. അപ്പം ഈ ഒരു 2 ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെക്കുക. BJT ആക്റ്റീവ് റീജിയനിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ മാത്രമേ ഈ ഇക്വേഷൻ എടുത്ത് യൂസ് ചെയ്യാവുള്ളൂ. ഇൻ ടേംസ് ഓഫ് ആൽഫ കളക്ടർ കറണ്ട് IC = α/IE. ഇൻ ടേംസ് ഓഫ് ബീറ്റ കളക്ടർ കറണ്ട് IC = കണ്ടോ β/IB. പിന്നെ ഇവിടെ ICO എന്ന് പറയുന്നത് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ആണ്, ലീക്കേജ് കറണ്ട് ആണ്. അതിന്റെ വാല്യൂ ചെറുതായതുകൊണ്ട് നമ്മൾ നോർമലി നിഗ്ലക്ട് ചെയ്ത് എഴുതാറുണ്ട്. നിഗ്ലക്ട് ചെയ്തിട്ട് നമുക്ക് IC വി ക്യാൻ അപ്രോക്സിമേറ്റ് ഇറ്റ് ആസ് α/IEയും ICനെ നമുക്ക് β/IB ആയിട്ട് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്ത് എഴുതുന്നുണ്ട്. അപ്പൊ ഒരു BJT ആക്റ്റീവ് റീജിയനിൽ വരുമ്പോൾ നിങ്ങൾ ഈ ഒരു 2 ഇക്വേഷൻ ഓർത്ത് വെക്കുക. പിന്നെ ആ ഒരു ഫസ്റ്റ് ഇക്വേഷൻ ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇത് എന്റെ ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷൻ ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് ഈ ടേബിൾ. ഓക്കെ, ഇപ്പൊ ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ ലീവ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ.